السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأوزعت عن بصائرنا غشوة الغبايا، ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ما لي ملاذ ولا ذخر ألوذ به ولا عماد ولا حرز سوى الله أرجوه سبحانه ولا يخيب لي ظنا فحسبي ما أرجو من الله. ഏറെ ബഹുമാനമുള്ള ഈ അനുഗ്രഹീതമായ സദസ്സിൽ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഈ വൈജ്ഞാനിക സദസ്സിനെ അകലെ നിന്നും അടുത്തു നിന്നും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതര ആദർശ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ അവൻ ഏറെ ഇഷ്ടപ്പെടുന്ന സമയത്തിലും സന്ദർഭത്തിലും സംഗമിക്കാൻ ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതയാത്രക്കിടയിൽ അള്ളാഹു നമുക്കൊരവസരത്തെ പ്രദാനം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു മഹത്തായ അവസരത്തെ നമുക്ക് വേണ്ടി അനുകൂലമാക്കിയ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അവ്വലൻ വ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമത്തെ, ഈ സദുദ്യമത്തെ
ഇവിടെ ചെലവഴിക്കുന്ന സമയങ്ങളെ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ സ്വർഗീയ ലോകത്തും ഒരിടം നൽകി പാപികളായ സാധുക്കളായ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു പരിഗണിക്കുമാറാകട്ടെ. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ദിവസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത ആത്മാർത്ഥരായ പ്രവർത്തകരുണ്ട്. സാമ്പത്തികമായി, ശാരീരികമായി, പ്രാർത്ഥന കൊണ്ടുമെല്ലാം കൂടെ നിന്ന സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം നേരത്തെ ബഹുമാന്യനായ ഡോക്ടർ റോഷൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇടക്കിടക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു പദമായിരുന്നു തീർത്തും നസീഹത്തോടുകൂടിയുള്ള ഈ സമൂഹത്തിന്റെ അബദ്ധസഞ്ചാരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പ്രയാണമാണ് സമൂഹത്തിൽ അധികം ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ ഇങ്ങനെയൊരു പ്രോഗ്രാം ഈ ഒരു ടൗണിന്റെ ഏരിയയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആരുടെയും ആദർശത്തെ കരിവാരിത്തേക്കുവാനോ പരിഹസിക്കുവാനോ ഈ ഒരു പ്രോഗ്രാമിനെ ആരും കേൾക്കേണ്ടതില്ല. തീർത്തും അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നേരായ വഴിയിലൂടെ സഞ്ചരിക്കുക, അതിലൂടെ ചരിക്കുക, ആ വഴിയിലായി തന്നെ ഈ ദുനിയാവിലെ ജീവിതം വിട പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളുടെയും ആഗ്രഹം സ്വർഗം നേടിയെടുക്കണമെന്ന് തന്നെയാണ്. ആർക്കും നരകത്തിൽ പോകാൻ ആഗ്രഹമില്ല. എന്നാൽ ഈ ആഗ്രഹം അതിശക്തമായി വെച്ചു പുലർത്തുന്ന ഈ ഉമ്മത്തിലെ പല ആളുകളും ഇസ്ലാമിന്റെ യഥാർത്ഥ ധാരയിൽ നിന്ന് വ്യത്യസ്തമായ വഴികളിലൂടെ അറിഞ്ഞോ അറിയാതെയോ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താൻ നിലകൊള്ളുന്ന പ്രസ്ഥാനവും ആദർശവും ശരിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഓരോ ആളുകളും അതിൽ നിലകൊള്ളുന്നത്. എന്നാൽ ആ നിലനിൽക്കുന്നത് എത്രത്തോളം ധൈര്യസമേതമാണ്, ആത്മാർത്ഥമായിട്ടാണ് എന്ന് ഒന്നുകൂടെ ഒരു പുനരാലോചനക്ക് നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. ആരുടെയും ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആളുകളല്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കുന്നു, നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കാൻ തയ്യാറാകണം. എന്താണ് പഠിക്കേണ്ടത്? താൻ ഇത്രയും കാലം വിശ്വസിക്കുന്ന വിശ്വാസം പ്രമാണബദ്ധമാണോ? ഞാൻ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ പ്രമാണബദ്ധമാണോ? അതല്ല ഞാൻ തെളിവ് നോക്കാതെ അന്ധമായി പാരമ്പര്യ വിശ്വാസത്തിൽ അള്ളിപ്പിടിച്ച് ജീവിക്കുന്നവനാണോ എന്ന് ശക്തമായി ആലോചിക്കേണ്ട ഒരു രാത്രിയാകട്ടെ എന്ന്
എന്ന് ആത്മാർത്ഥമായി ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പ്രമാണമാണ്, ദീനാണ് എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ മഹല്ലുകാർ അതിനെതിരാണോ എന്ന് ഞാൻ നോക്കേണ്ടതില്ല. എൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും അതിനെതിരാണ് എന്ന് ഞാൻ നോക്കേണ്ടതില്ല. ഒരു വിശ്വാസി പ്രമാണമാണ് കേട്ടതെങ്കിൽ അവന്റെ നിലപാടെന്തായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും മൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, തീർച്ചയായും ഒരു യഥാർത്ഥ വിശ്വാസിയുടെ വാക്ക് ഇങ്ങനെയായിരിക്കും. എങ്ങനെ? ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി, ഈ പ്രപഞ്ചത്തിന്റെ നാഥനിലേക്കും അവൻ നിയോഗിച്ച പ്രവാചകനിലേക്കും അവരെ വിളിക്കപ്പെട്ടാൽ എന്തിനു വേണ്ടിയാണ് അവരെ വിളിക്കുന്നതെന്നറിയുമോ? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ പ്രമാണബദ്ധമായി വിരിക്കുവാൻ വേണ്ടിയാണ് അവരെ വിളിക്കുന്നത്. ആ വിളിയങ്ങ് കേട്ടുകഴിഞ്ഞാൽ ഒരു വിശ്വാസി പറയേണ്ടത് എന്താണ്? അയ്യഖൂലൂ സമിഅനാ വഅതഅനാ, ഞങ്ങളിതാ കേട്ടിരിക്കുന്നു, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു. കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു യഥാർത്ഥ വിജയികൾ എന്ന് അല്ലാഹു സൂറത്തുൻ നൂറിന്റെ 51 പറയുമ്പോ, ഈ പറയപ്പെട്ട പ്രമാണങ്ങളും സത്യങ്ങളും തന്റെ കാതോരങ്ങളിൽ വന്നെത്തിയിട്ട് അത് കേൾക്കാനുള്ള സൗഭാഗ്യമുണ്ടായിട്ട് അതിൽ നിന്ന് വീണ്ടും തെന്നിമാറിയിട്ടാണോ യാത്ര ചെയ്യുന്നത്? അവർക്കെതിരെ അതിശക്തമായ താക്കീതും അല്ലാഹു അവന്റെ കലാമിലൂടെ നൽകി. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. സത്യമെന്താണെന്ന് മനസ്സിലായതിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിനോടും അതേ പ്രവാചകന്റെ സ്വഹാബത്തിനോടും എതിരിട്ട് നിൽക്കുന്നതാരാണോ, ആ എതിരിട്ട് നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? അതേ തിരിഞ്ഞിടത്തേക്ക് ഞാൻ അവരെ തിരിച്ചുവിടുന്നതാണ്. നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ, നരകത്തിലേക്ക് ഞാൻ അവരെ പ്രവേശിപ്പിക്കുമെന്ന് മാത്രമല്ല അവന്റെ സങ്കേതം എത്ര മോശപ്പെട്ട സങ്കേതമാണെന്നും അല്ലാഹു പറയുമ്പോ, മരണത്തിന്റെ മലക്ക് നമ്മുടെ അടുത്തെത്തുന്നതിന്റെ മുന്നേ ഈ പറയപ്പെട്ട യാഥാർത്ഥ്യം നമ്മിൽ ഉണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ സമയമില്ല, അതിന് കൂടുതൽ ആലോചിച്ച് കളയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. ഒരു ഗ്യാരണ്ടിയും വാറണ്ടി പോലും ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ സമയത്ത് വിശ്വാസത്തെ വിമലീകരിക്കാതെ, ആചാരങ്ങളെ വിമലീകരിക്കാതെ ആ രൂപത്തിലാണ് അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിലോ അവന്റെ മരണത്തെ കണ്ടുമുട്ടുന്നതെങ്കിലോ അവൻ പറഞ്ഞു പോകുന്ന വാക്കാണ് ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയുകയാണ്, റബ്ബേ എന്നെ ഒന്നുകൂടി ഭൂമിയിലേക്ക് തിരിച്ചുവിടുമോ, ഒരു ചാൻസ് കൂടി നീ എനിക്ക് തരുമോ റബ്ബേ. എന്തിനു വേണ്ടിയാണ് ആ ചാൻസ് ചോദിക്കുന്നത്? അവന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളൊന്ന് ഭദ്രമായ കൈകളിൽ ഏൽപ്പിക്കാനല്ല, അവന്റെ ഫാമിലി മെമ്പേഴ്സിനെ ഭദ്രമായ കരങ്ങളിൽ ഏൽപ്പിക്കാനല്ല, അവൻ ഇത്രയും കാലം ഇരുന്നിരുന്ന ചെയറിലേക്ക് മറ്റൊരാളെ ഏൽപ്പിക്കാനല്ല. പിന്നെയോ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ഒരുപാട് നന്മകളുണ്ട് റബ്ബേ,
അത് തിരിച്ചെടുക്കാൻ വേണ്ടി ഒന്നുകൂടി ഭൂമിയിലേക്ക് തിരിച്ചു വിടുമോ എന്നാണ്. പക്ഷേ നമ്മോട് ചോദിക്കാതെ ഈ ജീവിതം തന്ന റബ്ബ് നമ്മോട് പറയുന്ന വാക്ക് കേൾക്കണോ നിങ്ങൾക്ക്? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ നിനക്കൊരു ചാൻസ് കൂടി തരാം എന്നല്ല. കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, നീ ഇപ്പോൾ പറഞ്ഞ വാക്ക് വെറും ഒരു വാക്കാണ്, ഇതിന് യാതൊരു അർത്ഥവുമില്ലാത്ത വാക്കാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, ഇനി നിന്റെ മുമ്പിൽ വരാനിരിക്കുന്നത് പരലോകത്തിന്റെയും ദുനിയാവിന്റെയും ഇടയിലുള്ള ബർസഖാണ്. നിന്റെ ഇടയിൽ ഇനി വരാനിരിക്കുന്നത് അങ്ങനെയുള്ളൊരു മറയാണ് എന്ന് റബ്ബ് അത്തരം ആളുകളോട് പറയുകയാണ്. ഇത് മരണത്തിന്റെ സമയത്ത് മാത്രമല്ല കേട്ടോ, നാളെ പരലോകത്ത് റബ്ബിന്റെ നരകാഗ്നിയിൽ അവൻ വെന്തുരുകുമ്പോ അവിടെ വെച്ചുകൊണ്ടും ഇത്തരം ആളുകൾ കരയുകയാണ്. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅന അല്ലാഹ് വഅതഅന റസൂലാ. നാളെ നരകത്തിൽ അവന്റെ മുഖം ഇങ്ങനെ കീഴ്മേൽ മറിക്കപ്പെടുമ്പോ, അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് പ്രസംഗിക്കാനുള്ള വചനമല്ല പ്രിയപ്പെട്ടവരെ. ആ നരകത്തിൽ അവന്റെ മുഖം ഇങ്ങനെ കീഴ്മേൽ മറിക്കപ്പെടുമ്പോ നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ അവൻ കിടന്നുകൊണ്ട് പറയുകയാണ്, യാ ലൈതന, ഞങ്ങളുടെ നാശമേ, അതഅന അല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, വഅതഅന റസൂലാ, ആ ഹബീബായ പ്രവാചകനെയും ഞങ്ങളൊന്ന് അനുസരിച്ചിരുന്നുവെങ്കിൽ. വീണ്ടും അവർ ഖേദിച്ചുകൊണ്ട് പറയുന്ന വാക്ക് കേൾക്കണോ? വഖാലു റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീലാ. റബ്ബേ, ഞങ്ങൾ ഈ പ്രമാണങ്ങൾ അംഗീകരിക്കേണ്ടതിന് പകരം അനുസരിച്ചു പോയത് സാദാത്തീങ്ങളെയാണ്, ഞങ്ങളിലുള്ള കുബറായിങ്ങളെയാണ്. അവരെ ഞങ്ങൾ സ്നേഹിച്ചോ? ഞങ്ങളെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം ഞങ്ങൾ ഞങ്ങളുടെ ഉസ്താദന്മാരെ സ്നേഹിച്ചു, പണ്ഡിതന്മാരെ ഞങ്ങൾ സ്നേഹിച്ചു, അവർക്ക് ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു റബ്ബേ. ഫഅളല്ലൂന സബീലാ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ അവർ തെറ്റിക്കുകയായിരുന്നു. ഈ വിലാപം കൊണ്ട് എന്ത് കാര്യം മുസ്ലിമേ? എത്തേണ്ടിടത്ത് എത്തിയിട്ടാണ് ഈ വിലാപം, കാര്യമില്ല കേട്ടോ. എന്നിട്ടവർ ശപിക്കുകയാണ് അത്തരം പണ്ഡിതന്മാരെ, കുബറായിങ്ങളെ, അസാതീദീങ്ങളെ. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ്, റബ്ബേ, നരകത്തിൽ നീ അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ. വൽഅൻഹും ലഅനൻ കബീറാ, അവർക്ക് നീ ശക്തമായ ശാപങ്ങൾ അവരുടെ മേൽ നീ ഏൽപ്പിക്കുകയും ചെയ്യണമേ. എന്തുണ്ട് കാര്യം? സൂറത്തുൽ മുൽക്ക് വായിക്കാത്ത മുസ്ലിങ്ങളുണ്ടോ ഈ കൂട്ടത്തിൽ? തകാദു തമയ്യസു മിനൽ ഗൈദ്, ഉഗ്രകോപം കാരണം അതാ നരകം ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുകയാണ്. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ, കൂട്ടം കൂട്ടമായി സംഘങ്ങളായി നരകത്തിലേക്ക് ചില ആളുകളെ കൊണ്ടുപോകുമ്പോ നരകത്തിന്റെ ഖജാനയുടെ കാവൽക്കാർ അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയുമോ? അലം യഅതികും നദീർ, നിങ്ങൾക്ക് ഈ ഹക്കിനെ പറഞ്ഞു തരാൻ, നിങ്ങൾക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് താക്കീതന്മാർ വന്നിരുന്നില്ലേ? മുഫസ്സിറുകൾ പറയുന്നുണ്ട്, പ്രവാചകന്മാരല്ല നദീറന്മാർ, പ്രവാചകന്മാർ മാത്രമല്ല, നിന്റെ മുമ്പിൽ വരുന്ന അപകടങ്ങൾ നിനക്കൊരു താക്കീതുകാരനാണ്. നിന്റെ മുമ്പിൽ വരുന്ന കൊറോണകൾ നിനക്കൊരു താക്കീതുകാരനാണ്. നിന്റെ മുമ്പിലേക്ക് വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ നിനക്കൊരു താക്കീതുകാരനാണ്. ഇതെല്ലാം നിന്റെ മുമ്പിൽ വന്നിരുന്നില്ലയോ? ഈ ദുനിയാവിൽ വെച്ച് ഹക്കിനെ നിരാകരിച്ച എല്ലാ ആളുകളും പറയുന്ന വാക്ക് കേൾക്കണോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. അവർ പറയുന്നത് ഞങ്ങളിലേക്ക് ആരും വന്നിട്ടില്ല എന്നല്ല, ഞങ്ങളിലേക്ക് താക്കീതന്മാർ വന്നിരുന്നു എന്നാണ്. പക്ഷേ ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നത് എന്താണ്? ആ നസീഹത്തുള്ള മനുഷ്യരോട് ഞങ്ങൾ പറഞ്ഞിരുന്നത് എന്താണ്? വഖുല്ലാ മാ നസ്സലല്ലാഹു മിൻ ശൈ, ഞങ്ങൾക്ക് റബ്ബിങ്കൽ നിന്ന് നിങ്ങൾ പറയുന്ന യാതൊന്നും അവതരിച്ചിട്ടില്ല. ഈ പറയുന്ന നിങ്ങൾ ആരാണെന്നറിയുമോ?
ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. നിങ്ങളൊക്കെ വലിയ വഴികേടിലാണെന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നത്. എന്നിട്ട് നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ വെച്ചുകൊണ്ടവർ പറയുന്നു, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. കാര്യമില്ല, അമ്പലപ്പടിയിലുള്ള എല്ലാ മനുഷ്യരോടും ഞാൻ പറയുന്നു, ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരോടും ഞാൻ പറയുന്നു, ഈ പ്രോഗ്രാമിനെ ലൈവിൽ കേൾക്കുന്നവരോടും പറയുന്നു, ഈ വിലാപം കൊണ്ട് കാര്യമില്ല മോനെ, ഈ വിലാപം കൊണ്ട് കാര്യമില്ല മോളെ. എന്താണ് പറയുന്നതെന്നറിയുമോ? ലൗ കുന്നാ നസ്മഉ, ഞങ്ങളൊന്ന് ഞങ്ങളുടെ കർണപുടങ്ങൾ കൊണ്ട് കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, റബ്ബ് തന്ന ഞങ്ങളുടെ ബ്രെയിന് കൊണ്ട് ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഈ സഈർ എന്ന് പറയുന്ന നരകത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും എത്തിപ്പെടില്ലായിരുന്നു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ? സ്വർഗത്തിലേക്ക് പോയ 4ാം റാങ്കുകാരനാണ് ആ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് തന്റെ തദ്കിറത്തു ബി അഹ്വാലിൽ മൗത വ ഉമൂരിൽ ആഖിറ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിലാണ് ഈ സംഭവം പറയുന്നത്. മദീനയിലെ പൊതു ശ്മശാനിയാണ് ബഖീഅ. ആ ബഖീഅയിലേക്ക് ഇടയ്ക്കിടെ ചെല്ലുന്ന സഹാബിയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. എന്തിനാണ് പോകുന്നതെന്നറിയുമോ? ഖബർ സിയാറത്തിന് വേണ്ടിയാണ്. ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്തിന് വേണ്ടിയാണ്. അവിടെ ചെന്നുകൊണ്ട് നിരന്ന് കിടക്കുന്ന ആ സ്വഹാബത്തിന്റെ ഖബറിടങ്ങൾ ഉണ്ടല്ലോ, ആ ഖബറിടങ്ങളിൽ ചെന്നുകൊണ്ട് സുദീർഘമായി അദ്ദേഹം ചിന്തിച്ചിരിക്കുമത്രേ, സുദീർഘമായി അദ്ദേഹം ചിന്തിച്ചിരിക്കുമത്രേ. അവിടെ കിടക്കുന്നവർ തൻ്റെ കൂടെ നടന്ന ആളുകളാണ്, അവിടെ കിടക്കുന്ന ആളുകൾ തൻ്റെ കൂടെ ജീവിച്ചവരാണ്, ഒരു വേള തൻ്റെ കൂടെ ജിഹാദിൽ പങ്കെടുത്തവരാണ്. ആ ആളുകളെയൊക്കെ നോക്കിയിട്ട് അദ്ദേഹം പറയുമല്ലോ, അല്ലയോ ഖബറാളികളെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങളൊന്ന് പറയൂ എന്ന് അലിയാർ തങ്ങൾ ചോദിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ തന്നെ പറയുമത്രേ, എൻ്റെ നിങ്ങൾക്കത് പറയാൻ കഴിയില്ല എന്നെനിക്കറിയാം, നിങ്ങൾക്കത് പറയാൻ കഴിയില്ല എന്നെനിക്കറിയാം. നിങ്ങളിതാ ഈ നാട്ടിൽ നിന്ന് ഈ മണ്ണറക്കൂട്ടിലേക്ക് പോയതിനു ശേഷം നിങ്ങൾ താമസിച്ച വീടുകളിൽ മറ്റുള്ളവരതാ താമസമാക്കി കഴിഞ്ഞു. നിങ്ങളുടെ കച്ചവടങ്ങൾ ഇതാ മറ്റുള്ള പലരും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കൂടെ ബ്ലാങ്കറ്റിന്റെ ഉള്ളിൽ ചൂടും ചൂരുമറിഞ്ഞ് കിടന്നുറങ്ങിയ നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, നിങ്ങളുടെ ഇണകളുണ്ടല്ലോ, ആ ഇണകളെ പലരും വിവാഹം കഴിച്ചു പോയിരിക്കുന്നു. നിങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പല കസേരകളും, നിങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പല സ്ഥാനങ്ങളും പലരും കയ്യേറി സ്ഥാനം അലങ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് സ്വന്തത്തോട് അദ്ദേഹം പറയുമത്രേ, അലി, ഇന്നല്ലെങ്കിൽ നാളെ നിനക്കും ഈ ഒരു അവസ്ഥ വരാനുണ്ട്, നാളെ നീയും ഈ മണ്ണറയിലേക്ക് തിരിച്ചു പോകേണ്ടവനാണെന്ന് അലി റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടെ ബഖീയിൽ ചെന്നുകൊണ്ട് സംസാരിക്കാറുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, ഇതൊരു പരമമായ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരവസ്ഥ ഈ സംസാരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനുള്ളതാണ്. അതുകൊണ്ട് പരസ്പര വിദ്വേഷങ്ങൾക്കപ്പുറത്ത്, പരസ്പര പകകൾക്കപ്പുറത്ത്, സംഘടനാ വിവേചനങ്ങൾക്കപ്പുറത്ത്, കുറ്റപ്പെടുത്തലുകൾക്കപ്പുറത്ത്, വാശികൾക്കപ്പുറത്ത് ഒന്നും നമ്മൾക്ക് ഈ പരലോകത്ത് ഉപകാരപ്പെടില്ല. ഉപകാരപ്പെടുന്നത് എന്തുമാത്രമാണ്? യൗമ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവിന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം നബിയുടെ വാക്കാണത്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിന്റെ മക്കളോ സമ്പത്തോ നിനക്ക് നാളെ ഉപകാരപ്പെടില്ല മോനെ, നിനക്ക് ഉപകാരപ്പെടില്ല മോളെ. എന്തേ ഉപകാരപ്പെടുകയുള്ളൂ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട ഖൽബുൻ സലീമുമായി റബ്ബിനെ കണ്ടുമുട്ടിയവരാരാണോ അവർക്ക് മാത്രമേ വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ. അള്ളാഹു അവരിൽ നമ്മെ ചേർക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പ്രദേശത്തുകാരോട് ഒന്നുകൂടി നസീഹത്തോടു കൂടി പറയുകയാണ്,
പഠിക്കാനും സത്യം മനസ്സിലാക്കാനും ഇനിയെങ്കിലും നമ്മൾ സമയം കണ്ടെത്തണം. പാരമ്പര്യങ്ങൾക്കപ്പുറത്തൊരു സത്യമുണ്ട്. കാലങ്ങളായി സ്വീകരിച്ചു വന്ന യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തൊരു പ്രമാണമുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ ഇനിയെങ്കിലും പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. എത്ര കാലമായി ദുനിയാവിലേക്ക് വന്നിട്ട്? 50 കൊല്ലമായില്ലേ ഉപ്പ? 30 കൊല്ലമായില്ലേ യുവാവേ? 20 കൊല്ലമായില്ലേ മക്കളെ? എത്ര വർഷങ്ങളായി ദുനിയാവിൽ വന്നിട്ട്? ഈ പ്രദേശത്ത് ഏതെങ്കിലും ഒരു ഫാൻസി കടയിൽ കയറിയിട്ട് ആ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പേന, ആ പേനയുടെ പരിശോധനയെങ്കിലും വിശ്വാസകാര്യങ്ങളിൽ ഉണ്ടായോ, ആചാരകാര്യങ്ങളിൽ ഉണ്ടായോ എന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതെന്തിനാ പറയണ വെച്ചാല്, ഒരുപക്ഷെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസമായിരിക്കും ഇന്നത്തെ രാത്രി. അല്ല എന്ന് പറയാൻ ധൈര്യമുള്ളൊരു കുട്ടി ഇവിടെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ആ ഒരു ചിന്തയോടെ തന്നെ നമ്മൾ പഠിക്കാൻ തയ്യാറാകണം. സിറാത്തുൽ മുസ്തഖീമിൽ മാത്രമാണ് വിജയമെന്ന് തിരിച്ചറിയണം. അത് കേവലം അവകാശവാദങ്ങൾ കൊണ്ടായില്ല. ആ വഴിയിൽ ചേരാനാണ് ഇന്നത്തെ മഗ്രിബിന് വരെ, അതിനുശേഷം നിർവഹിച്ച റവാത്തിബ് സുന്നയിൽ വരെ നമ്മളൊക്കെ റബ്ബിനോട് പറഞ്ഞതെന്ത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. പ്രിയപ്പെട്ടവരെ, എത്ര കനമുള്ള വാക്കാണത്, എത്ര കനമുള്ള ദുആയാണത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നീ എന്നെ സിറാത്തുൽ മുസ്തഖീമിലൂടെ വഴി നടത്തണേ. എങ്കിലൊരു ചോദ്യം, ഏതാണ് ആ വഴി? ആ വഴിയെക്കുറിച്ച് അതേ അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞു, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ വഴിയാണത്. അല്ലാഹുവിന്റെ അനുഗ്രഹാശസ്സുകൾ കിട്ടിയവരുടെ വഴിയാണത്, അല്ലാതെ കോപത്തിനിരയായവരുടെ വഴിയല്ല. അതുപോലെ തന്നെ വഴി പിഴച്ചു പോയവരുടെ വഴിയുമല്ല. ആ അനുഗ്രഹിച്ച ആളുകൾ ആരാണെന്ന് സൂറത്തു നിസായിലാണ് അല്ലാഹു പറയുന്നത്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആരാണ് അല്ലാഹു സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ അൻഅംത അലൈഹിംന്റെ ടീമാരാണ്? അത് ശുഹദാക്കളാണ്, അത് അമ്പിയാക്കന്മാരാണ്, അത് മഹാന്മാരായ സ്വാലിഹീങ്ങളാണ്, അത് അല്ലാഹുവിന്റെ സിദ്ദീഖീങ്ങളാണ്. ഈ 4 ടീമിനെ കുറിച്ചും അല്ലാഹു പറഞ്ഞത് എന്താ? വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരന്മാരാണ്. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ അവതരിച്ച ആയത്താണിത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ പറഞ്ഞ സിദ്ദീഖീങ്ങൾ, ഈ വചനത്തിൽ പറഞ്ഞ ശുഹദാക്കൾ, ഈ വചനത്തിൽ പറഞ്ഞ സ്വാലിഹീങ്ങളും അമ്പിയാക്കന്മാരും ഒക്കെ ആകണമെങ്കിൽ എന്തു വേണം? അമ്പിയാക്കന്മാർ അവിടെ ഇരിക്കട്ടെ, ആ പദവിക്ക് നമുക്ക് എത്താൻ പറ്റൂല. നമുക്ക് ശുഹദാക്കളാകാൻ വേണമെങ്കിൽ, നമുക്ക് സിദ്ദീഖീങ്ങളാകാൻ വേണമെങ്കിൽ, സ്വാലിഹീങ്ങളാകാം. ആ പാതയിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയണമെങ്കിൽ എപ്പോഴാണ് നമ്മൾ അതാവുക? അതാകണമെങ്കിൽ ഒരു 1.5 വരിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞാൽ, ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച്, അവന് വേണ്ടി ത്യജിച്ച്, എല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ കാത്തു സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് ഈ മഹാപദവികളിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുക. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ആ അവസ്ഥയിലല്ലേ ഒരാൾ മരിക്കുന്നതെങ്കിൽ അയാളുടെ ജീവിതം ഏറെ പ്രയാസകരമാണ്. ആ മാർഗത്തിലായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുമ്പോൾ, രക്തസാക്ഷിയാകുമ്പോഴല്ലേ ഷഹീദാവുക. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താ പ്രിയപ്പെട്ടവരെ? ഈ പറയപ്പെട്ട 3 ടീമിലും പെടാനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക, അചഞ്ചലമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോഴേ അതാണ് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ എത്ര നല്ലവനായിട്ടും കാര്യമില്ല. എന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും എനിക്കെന്റെ റബ്ബ് മതി എന്ന പ്രഖ്യാപനം, അതാണ് ഇബ്രാഹിം നബിയെ തെറ്റാലയിൽ വലിച്ച് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞതെന്ത്? ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്കെന്റെ റബ്ബ് മതി, അവൻ തവക്കുൽ ചെയ്യാൻ എത്ര നല്ലവനാണ്. അതുപോലെ തന്നെ നിഅമൽ മൗല
വനിഅമൻ നസീർ. അവനാകുന്നു എത്ര നല്ല സഹായിയാണവൻ, എത്ര നല്ല രക്ഷാധികാരിയാണവൻ. ഇതൊക്കെ ഖുർആനിന്റെ വചനങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ? ഈ പറയപ്പെട്ട റബ്ബാണ് അധികാരികൾക്ക് അധികാരം നൽകുന്നവൻ. ഈ പറയപ്പെട്ടവനാണ് പ്രതാപികൾക്ക് പ്രതാപം നൽകുന്നവൻ. ഈ പറയപ്പെട്ടവനാണ് ലോകം നിയന്ത്രിക്കുന്നവനായ മുദബ്ബിർ. ഈ റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം. ഇതാണ് സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കുന്നവൻ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ പാഠം. ശിർക്ക് ചെയ്യാത്ത വിശ്വാസമായി അതിലൂടെ ചരിക്കുക എന്ന് പറയുന്നത് തന്നെ സൃഷ്ടിച്ചവനായ ഈ മഹാഗോചര പ്രപഞ്ചത്തിന്റെ ക്രിയേറ്ററായ ആ രക്ഷിതാവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളെ സൃഷ്ടിപ്പിലും ഇതാ രാവ് പകലിന് വഴിമാറുന്നതിലും പകല് രാവിന് വഴിമാറുന്നതിലും ചിന്തിക്കുന്ന ലുബ്ബുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട്. എങ്ങനെയാണ് അവർ റബ്ബിനെ കുറിച്ച് ചിന്തിക്കുക എന്നറിയുമോ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നിന്നുകൊണ്ടും അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കും. അവർക്ക് അല്ലാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ പറയുന്ന വാക്കാണ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഏ റബ്ബേ, ഇതൊന്നും നീ കളിതമാശക്ക് സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് റബ്ബേ, നീ പരിശുദ്ധനാണ്. നരകത്തിന്റെ അഗ്നിജ്വാലകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ എന്നാണ് ഒരു വിശ്വാസി പറയുക. ഈ പറയപ്പെട്ട റബ്ബിന്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. 2026 എറണാകുളം ജില്ലയിലെ ഈ പ്രദേശത്തെ ഈ പ്രോഗ്രാം ഇവിടെ നടക്കണമെന്ന് റബ്ബിന്റെ തീരുമാനമാണ്. അവന്റെ ഖളാ ഖദറാണ്. അവന്റെ ഓശാരത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധം മുസ്ലിമേ എപ്പോഴും നമ്മൾക്ക് വേണ്ടതുണ്ട്. അതല്ലയോ എല്ലാ ദിവസവും നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഞാൻ ഒന്നുമല്ല റബ്ബേ, അല്ലാഹുവേ ഞാൻ ഒന്നുമല്ല എന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ പ്രഖ്യാപിക്കുന്നില്ലേ? അതേ, വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, എന്റെ കണ്ണൊന്ന് വൈപ്പർ സിസ്റ്റമാകുന്ന അടച്ചു തുറക്കലുണ്ടല്ലോ, ആ അടച്ചു തുറക്കലെന്ന ആ ചെറിയ മൈക്രോ സെക്കൻഡ് സമയത്തേക്ക് പോലും എന്റെ കാര്യങ്ങളെ നീ എന്നെ ഏൽപ്പിക്കല്ല റബ്ബേ. എന്റെ ഹൃദയത്തിന്റെ വാൾവുകളുടെ ജോലി, എന്റെ ആമാശയത്തിൽ 3 ദിവസം കൂടുമ്പോൾ മാറി മാറി വരുന്ന പാടയുടെ ആ ജോലി, എന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ഡൈജഷന്റെ ജോലി, എന്റെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന ആ രക്തത്തിന്റെ സംക്രമണത്തിന്റെ ജോലി, എന്റെ സെറിബ്രത്തിന്റെ ജോലി, എന്റെ സെറിബ്രത്തിന്റെ ജോലി, എന്റെ സെറിബല്ലത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമുണ്ടോ ഇതൊന്നും റബ്ബേ നീ എന്നെ ഏൽപ്പിക്കല്ല. ഇത്രത്തോളം ദുർബലരാ നമ്മള്. ഈ മഹാപ്രപഞ്ചത്തിലെ കേവലം ഒരു ദുർബലനായ സിട്ടിയാണ് നമ്മൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനിലൂടെ നമ്മളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞതെന്ത്? അതെ, അല്ലാഹുവേ, കണ്ണ് അടച്ചു തുറക്കുന്ന സമയത്തേക്ക് പോലും എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കല്ല. ഈ റബ്ബിനെ പറയാനാണ് ഈ പ്രോഗ്രാം. അല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭവും ഇതിന്റെ പിന്നിലില്ല എന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കോളി. ലോകത്തിന്റെ പല കോണുകളിൽ പ്രകാശത്തിന്റെ വിളക്കുമാടങ്ങളായി കടന്നു വന്ന, സഹസ്രാബ്ദങ്ങളായി ദിഗന്ധങ്ങളിൽ മുഴങ്ങിയ തൗഹീദിന്റെ വചനങ്ങൾ മാലോകർക്ക് എത്തിച്ചുകൊടുത്ത പ്രവാചക പുങ്കവന്മാരുടെ ആദരങ്ങളിൽ നിന്ന് ലോകം കേൾക്കേണ്ടി വന്ന മഹൽ വചനമായ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനത്തെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തൊരു വരി ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അത്ര ഉറപ്പുണ്ട് ഈ കൂട്ടായ്മക്ക് ഇതിന്റെ ദഅവത്തിന്റെ വിഷയത്തിൽ, അത്ര ക്ലാരിറ്റിയുണ്ട്. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ.
വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ലോകത്ത് എത്ര കോടി മരങ്ങളുണ്ട് മനുഷ്യരെ, ആ മരങ്ങളിൽ എത്ര കോടി കോടി ഇലകളുണ്ട് മനുഷ്യരെ. ആ ഇലകളിൽ നിന്ന് വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ആ റബ്ബിന്റെ അറിവോടെയല്ലാതെ ഞെട്ടറ്റ് ഭൂമിയിലേക്ക് വീഴുന്നില്ല എന്ന് പറയുമ്പോ എത്രത്തോളം വലിയ അറിവിന്റെ സാഗരമാണേ നമ്മുടെ രക്ഷിതാവ്. നാളെ ഞാൻ ഒരാളുടെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വായിക്കണ്ടേ, എന്താ എഴുതിയത് അറിയോ? എല്ലാറ്റിനും കഴിയുന്ന റബ്ബിന്റെ അടിമയാണ് ഞാൻ, അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്നുള്ള ഒരു വല്ലാത്ത ചിന്തനീയമായൊരു വചനം. സുബ്ഹാനല്ലാഹ്, അങ്ങനെയുള്ള അല്ലാഹുവിന്റെ അടിമകളാണ് നമ്മൾ. നമ്മൾ പ്രഖ്യാപിക്കുന്നു എല്ലാ ദിവസവും, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത്. അല്ലാഹുവേ, നീ തടഞ്ഞതിനെ തരാൻ, നീ തന്നതിനെ തടയാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല എന്നുള്ള ഒരു മനസ്സമാധാനത്തിന്റെ വാക്ക് പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. ഇതിനേക്കാൾ സുഖമുള്ളൊരു വിശ്വാസങ്ങളെ ഏതെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഇല്ല പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രഖ്യാപനത്തിൽ നിന്നും ഒരാൾ ലവലേശം എപ്പോൾ തെറ്റുന്നുവോ ആ സമയത്ത് അവന്റെ പിഴവ് സംഭവിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിൽ നിന്നാണ്. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് കേവലം ഒരു പിഴവല്ല, അതിന്റെ അടിസ്ഥാന വിഷയമായ തൗഹീദിന്റെ വിഷയത്തിലാണ് അവൻ ആ വിഷയത്തിൽ പിഴച്ചു പോകുന്നത്. ഈ വിഷയത്തിൽ ഏതെങ്കിലും പോയിന്റിൽ പോലും നമ്മൾ പിഴച്ചാൽ മറ്റ് അമലുകളെ മുഴുവൻ നിഷ്ഫലമാക്കി കളയുന്ന രൂപത്തിലായിരിക്കും ആ പിഴവുണ്ടാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ അടക്കമുള്ള പ്രവാചകന്റെ സുന്നത്തടക്കമുള്ള പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ വിഷയത്തിൽ നമ്മൾ പുത്തംവാദികളായിത്തീരും. ഇത് അംബിയാഇന്റെ, സ്വാലിഹീങ്ങളുടെ, സുദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ വഴിയായി മാറുകയുമില്ല. ഇസ്ലാമിക ചരിത്രത്തിലെ ധീരശഹീദുകൾ പലരും ഈ പദവിയിലെത്തിയത് ഈ മഹാപ്രഖ്യാപനം പ്രഖ്യാപിച്ചതുകൊണ്ടും അതിൽ ജീവിച്ചതുകൊണ്ടുമാണ്. ചെവി മുറിഞ്ഞവനെ എന്ന് മജ്ജയിലടക്കം ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ട യാസറിന്റെ മകൻ അമ്മാർ, സുമയ്യയുടെ മകൻ അമ്മാർ, അമ്മാറിന്റെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ വായിച്ചു നോക്കുമ്പോ ഒരു നാരിലിങ്ങനെ ചെവിയറ്റ് തൂങ്ങി കള്ളപ്രവാചകനായ മുസൈലമത്തുൽ കദ്ദാബുമായുള്ള യമാമ യുദ്ധം നടക്കുമ്പോൾ 90 വയസ്സാണ് അമ്മാറിന്റെ പ്രായം. ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്ന അമ്മാർ റളിയല്ലാഹു അൻഹു, അമ്മാറിനെ സൂക്കിൽ നിന്ന്, അങ്ങാടിയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് തിരിച്ചു വരുമ്പോ ചെവി മുറിഞ്ഞവനെ എന്ന് വിളിച്ചപ്പോ ആ വിളിച്ചവനിലേക്ക് തിരിഞ്ഞുകൊണ്ട് അമ്മാറിന്റെ വാക്കുണ്ടായിരുന്നു, ഈ ചെവി പോയത് റബ്ബിന്റെ മാർഗത്തിലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ്. ഷഹാദത്തിന്റെ തിരുമുറ്റങ്ങളിൽ സഹാബത്ത് ആ ധീര രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയത് ഈ മഹാ തൗഹീദ് നെഞ്ചിലേറ്റിയതിന്റെ പേരിലാണ്. അതിൽ ഖുബൈബുമാരുണ്ട്, അതിൽ ഖബ്ബാബുമാരുണ്ട്, അമ്മാറുമാരുണ്ട്, യാസറുമാരുണ്ട്, മക്കയുടെ പരിമളമായിരുന്ന സുന്ദരനായ മിസ്അബ് ബിൻ ഉമൈറുമാരുണ്ട്. ഈ ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടായിട്ട് തൗഹീദിനെ നെഞ്ചിലേറ്റാതെ കണ്ട വിശ്വാസങ്ങളും പേറി, പാരമ്പര്യ വിശ്വാസങ്ങളും പേറി ജീവിതത്തെ നരകത്തിന്റെ അഗ്നിജ്വാലകളിലേക്ക് വലിച്ചെറിയാനാണ് തീരുമാനമെങ്കിൽ നിന്റെ ഓരോ സെന്റിമെന്റ്സുകൾക്കും സ്ഥാനമില്ലാത്ത ആ ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിക്കാൻ, സിറാത്തിൽ കാലിടറാതെ പിടിച്ചു നിൽക്കാൻ ഈ തൗഹീദ് അല്ലാതെ നമ്മെ സഹായിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ല, എന്റെ റബ്ബിനെ അല്ലാതെ ഞാൻ ഒരാളെയും വിളിക്കില്ല എന്നുള്ള പ്രഖ്യാപനം, ഈ പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിയപ്പെടാൻ കാരണം. ഇതാണ് സ്വഹാബികളെ പലരെയും ധീരരക്തസാക്ഷികളാക്കിയത്. ഇതിന്റെ പേരിലാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അതെ ഇന്നഹും ഫിതിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹു അതിൽ എണ്ണപ്പെട്ട ആ ചുറുചുറുക്കുള്ള യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ച് 300 ചില്ലാനം കൊല്ലം അവരെ അല്ലാഹു ഉറക്കി കിടത്തിയത് ഈ മഹാ ആദർശം. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അതെ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആ രാജ്യം വിട്ടുകൊണ്ട് മലമുകളിൽ കയറിയിട്ട് ആ പാവപ്പെട്ട യുവാക്കൾ അഭയം തേടിയത്. അങ്ങനെ കഴിയുമോ ഈ പ്രദേശത്തുള്ള യുവാക്കളെ നിങ്ങൾക്ക്? ഈ മഹല്ലുകാർ ഭയപ്പെടാതെ, വീട്ടുകാർ ഭയപ്പെടാതെ,
ഈ ലോകത്തുള്ള ഒരു പടപ്പിനെയും ഭയപ്പെടാതെ പ്രപഞ്ച സിട്ടാവിന്റെ മാർഗത്തിൽ തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിന്റെ ആ വചനാമൃതങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാൻ നമ്മൾക്ക് സാധിക്കുമോ? അതിനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. സൂറത്തുൽ ബുറൂജിലൂടെ നീ കണ്ണോടിക്ക്. എന്തിനു വേണ്ടിയാണ് അസ്ഹാബുൽ ഖുദൂദിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്? ദൂനവാസ് എന്ന് പറയുന്ന ധിക്കാരിയായ രാജാവ് അള്ളാഹുവിൽ വിശ്വസിച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, ആരാധിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അഗ്നിജ്വാലകളിലേക്ക് വലിച്ചെറിഞ്ഞതിൽ അവർ മുഅ്മിനീങ്ങൾ അട്ടഹസിക്കുമ്പോ കരയിലിരുന്ന് ചിരിക്കുന്ന ഒരു ജനതയുടെ ചരിത്രം സൂറത്തുൽ ബുറൂജിന്റെ വചനങ്ങളിൽ അല്ലാഹ് പറഞ്ഞു തന്നത് എന്തിനാ? കഥ പറയാനാണോ? പ്രസംഗിക്കാനാണോ? എന്നാൽ ഇതിനെല്ലാം വിപരീതമായി റബ്ബില്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തി അവനല്ലാത്തവർക്ക് ഗുണവും ദോഷവും വരുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ വിട്ട് തിരിഞ്ഞു കളയുന്നവർ, കൈകൾ ഉയർത്തുന്നവർ, അതിനുവേണ്ടി പ്രമാണങ്ങളെ പാകപ്പെടുത്തി ദുർവ്യാഖ്യാനിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ, അതുപോലെ തന്നെ കള്ളക്കഥകൾ മെനഞ്ഞുകൊണ്ട് ആളുകളെ ചെവികളിലേക്ക് പാവപ്പെട്ട ആളുകൾ കിതാബ് വായിച്ചവരല്ലേ, അറബി അറിയുന്നവരല്ലേ, പണ്ഡിത വേഷധാരികളല്ലേ, വർഷങ്ങളോളം അറബി കോളേജുകളിൽ ഇരുന്ന് പഠിച്ചവരല്ലേ, പള്ളി ദർസുകളിൽ പഠിച്ചവരല്ലേ, ഇവർ ഞങ്ങളെ ഒരിക്കലും ചതിക്കില്ല, ഒരിക്കലും അവരൊരിക്കലും ഇല്ലാത്തത് പറയില്ല എന്ന് പാവപ്പെട്ട ഈ നാട്ടിലെ ഉമ്മമാർ, ഈ ഉപ്പമാർ അവരുടെ മുമ്പിൽ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും പ്രിയപ്പെട്ട അതേ ഉസ്താദന്മാരെ, ഈ സമൂഹത്തെ നിങ്ങൾ വഞ്ചിക്കരുതേ എന്ന് വളരെ നസീഹത്തോടു കൂടി ഒരു ബാധ്യതാ നിർവഹണം എന്നുള്ള രൂപത്തിൽ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എവിടെ എത്തി? നിങ്ങളെ ഞാൻ ആദ്യമായി കാണിക്കാൻ പോകുന്നത് ഈ ഉമ്മത്തിന്റെ അപജയത്തിന്റെ ഏറ്റവും വലിയ പീക്ക് ലെവലാണ്. നോക്കൂ നിങ്ങൾ, ലോകത്ത് ഈ മഹാപ്രപഞ്ചത്തിന്റെ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ഗോളങ്ങളെ, ഗാലക്സികളെ, നെബുലകളെ അതിന്റെ കൃത്യമായ ഓർബിറ്റലുകളിലൂടെ സഞ്ചരിപ്പിക്കുന്ന ആ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ അധികാരത്തെ കേവലം ഒരു സൃഷ്ടികളിലേക്ക് ചാർത്തുന്ന പണ്ഡിത വേഷധാരികളെ വരെ നമ്മൾ കാണുന്നു. കേട്ടു നോക്കൂ നിങ്ങൾ. സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു ക്ലിപ്പാണത്. ലോകം നിയന്ത്രിക്കുന്നത് ചിറ്റടി മീറ്റൽ അബൂബക്കർ ബാക്കവി എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലക്കാരനായ ഒരു ഉസ്താദാണ്. പിന്നീട് അദ്ദേഹത്തിന് മാനസികമായി ചില പ്രശ്നങ്ങൾ വന്നു. ആ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത്, അതിന്റെ തസ്രീഫാത്തുകൾ മൂപ്പര കയ്യിലാണ് എന്ന് പറയുന്ന രൂപത്തിൽ വരെ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ അധപതിച്ചു. ഇനി എന്തിനാ ഈ ലോകത്തൊരു സുനാമി? ഇനി എന്തിനാ ഒരു കൊടുങ്കാറ്റ്? ഇതിനേക്കാൾ വലിയ അദാബുണ്ടോ? അള്ളാഹുവിന്റെ ഖുസൂസിയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ തദ്ബീർ, ലോകത്തിന്റെ നിയന്ത്രണാധികാരം വരെ കേവലം ഒരു മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരു മനുഷ്യരിലേക്ക് ചാർത്തണമെങ്കിൽ എത്രത്തോളം അധപതിക്കണം ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവരോട് ഞങ്ങൾ ചോദിക്കുന്നു, ഇത് സിറാത്തുൽ മുസ്തഖീമായ വഴിയാണോ? ഇത് നേരായ പാതയാണോ? ഇതിനെതിരെ അവരുടെ കൂട്ടത്തിലെ പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ തന്നെ രംഗത്ത് വരാൻ തുടങ്ങി. ആ കൂട്ടത്തിലെ പണ്ഡിതന്മാർ തന്നെ രംഗത്ത് വരാൻ തുടങ്ങി. കേട്ടു നോക്കൂ. നമുക്ക് അദ്ദേഹത്തിന്റെ ആലം എന്നാണ് ഈ വ്യക്തി പ്രസംഗിക്കുന്നത്. ആ പ്രസംഗിക്കുന്നിടത്ത് ആലം എന്ന് എന്തിനെല്ലാം പറയുമോ അതെല്ലാം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ കേൾക്കാം. മടവൂർ ശൈഖുനെ പഠിപ്പിച്ചതാണ് അന മുദബ്ബിറുൽ ആലം. ആലം എന്നതിൽ എന്തൊക്കെ പെട്ടോ അതിന്റെ മുദബ്ബിറാണ് ശൈഖ് മടവൂർ. ലോകം എന്ന് ആലം എന്ന് എന്തിനാണോ പറയുന്നത് അതിന്റെ എല്ലാം മുദബ്ബിറാണ് മടവൂർ, സിയം മടവൂർ എന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളാണ്. ഇത് നമ്മുടെ അഖീദയോട്, അഖീദയുടെ ഉസൂലുകളോട് തന്നെ യോജിക്കാത്ത കാര്യമാണ്. മഹാനായ തഫ്താസാനി അവിടുത്തെ ശറഉൽ മഖാസിദിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ട് പറയുന്നു, ഹഖീഖത്തു തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദു അദമി ശരീക് ഫിൽ ഉലൂഹിയത്തി വ ഖവാസിഹ.
ഉലൂഹിയത്തിനും ഉലൂഹിയത്തിനോട് അനിവാര്യമായി വരുന്ന കാര്യങ്ങളിലും അള്ളാഹു മാത്രമേ ഉള്ളൂ, അതിന് അർഹതപ്പെട്ടവൻ അള്ളയുള്ളൂ, അള്ള മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നു വലാ നിസാ അലി അഹ്ലിൽ ഇസ്ലാം, മുസ്ലിമീങ്ങൾക്ക് സംശയമില്ല ഫീ അന്ന തദ്ബീറൽ ആലം, ആലമിന്റെ നിയന്ത്രണം, വഖൽഖൽ അജ്സാം, ജിസ്മുകളെ സൃഷ്ടിക്കുക എന്നത്, വസ്തിഹാഖൽ ഇബാദ, ഇബാദത്തിന് അർഹതയുണ്ടാവുക എന്ന കാര്യവും, വഖീദമ മാ യഖൂമു ബിനഫ്സിഹി, സ്വയം ഉള്ള ഏതൊരു കാര്യവും അതെല്ലാം കുല്ലഹാ മിനൽ ഖവാസ്, അത് അല്ലാഹുവിന്റെ മാത്രം. കേട്ടില്ലേ? അപ്പൊ ഇവിടെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹുവിന്റെ കേവലം ഒരു സൃഷ്ടിയാണ്, അതിനുള്ള കഴിവ് അള്ളാഹ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ചേരിയിൽ വർഷങ്ങളോളം കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മുസ്ലിയാർ അതിനെ തിരുത്തി കൊടുക്കുകയാണ്. എന്താ തിരുത്തിയത്? അതെ, ഇത് നമ്മുടെ അഖീദ ഗ്രന്ഥത്തിൽ വന്നതിനെതിരാണ്. ഇത് എത്ര കാലമായി മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നു. എന്നാൽ ഈ ആദ്യം പ്രസംഗിച്ച ഉസ്താദിനോടും പിന്നീട് അതിനെ തിരുത്തിയ ഉസ്താദിനോടും നസീഹത്തോടു കൂടി ഞങ്ങൾക്കൊരു കാര്യം പറയാണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ശിർക്കിന്റെ തഅരീഫ് അനുസരിച്ച് ലോകത്തിന്റെ നിയന്ത്രണാധികാരം ഔലിയാക്കൾക്ക് നൽകിയാൽ അത് ശിർക്കല്ല. കാരണം കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഷിആ നേതാവായ, കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഷിആ നേതാവായ ഖുമൈനി പറഞ്ഞൊരു വാക്കുണ്ട്, ശിർക്കാകണമെങ്കിൽ ഇലാഹാണ്, റബ്ബാണെന്നുള്ള വിശ്വാസം വേണം. കൊടുത്ത കഴിവാണെന്നുള്ള വിശ്വാസമാണെങ്കിൽ അത് ശിർക്കല്ല. ഇത് സമസ്തക്കാരുടെ നേതാവായ സുലൈമാൻ സഖാഫി മാളിയേക്കലും പറഞ്ഞിട്ടുണ്ട്. മാളിയേക്കൽ സഖാഫി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറഞ്ഞത് എന്താ? സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ ശിർക്കാകൂ, കൊടുത്ത കഴിവാണെങ്കിൽ ശിർക്കല്ല. നേരത്തെ ഇവിടെ ഡോക്ടർ റോഷൻ പറഞ്ഞില്ലേ, തെളിവ് സമർത്ഥിച്ച് അദ്ദേഹം പറഞ്ഞില്ലേ. അപ്പൊ അത് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ തദ്ബീർ മടവൂർ ഷെയ്ഖിനാണെന്ന് പറഞ്ഞാലും ഇവരുടെ വാദത്തിന് എന്തില്ല, ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും കാലം അവർ പറഞ്ഞു നടക്കുന്നത് അതാണ്. മാത്രമല്ല ഇതിനൊക്കെ അവർ തെളിവുദ്ധരിച്ച ഖുർആനിൽ ഒരു ആയത്തുണ്ടായിരുന്നു. ആ ആയത്തൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഇപ്പോഴും അവർ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ കുട്ടിയായ കാലം മുതൽ നമ്മൾ പഠിച്ചതല്ലേ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകുന്നു, ഒരു കൈയും കണക്കും അതിനില്ല, ഒരു പരിധിയുമില്ല. ഇതവരല്ലേ നമ്മൾ, ഇത് കേട്ടവരല്ലേ നമ്മൾ. കേട്ടില്ലേ? എന്താ പറഞ്ഞത്? വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കള്ളത്തരീക്കത്തിലേക്ക് പോയ ആളാണ് ഈ പ്രസംഗിച്ച സഹോദരൻ എന്നാണ് ഈ നാട്ടിലുള്ള സുന്നത്ത് ജമാഅത്താണെന്ന് അറിയപ്പെടുന്ന പല ആളുകളും പറയുന്നത്. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന അലവി സഖാഫിയും ഇത് പ്രസംഗിക്കാറുണ്ട്. കണക്ക് നോക്കാതെ ഔലിയാക്കന്മാർക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവായി ആയത്തുദ്ധരിച്ചത് ഏതാ? വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹ് കണക്ക് നോക്കാതെ കൊടുക്കും. ഇവര് പറഞ്ഞ അർത്ഥേ അല്ല ഇതിന്. ആയത്ത് അങ്ങോട്ട് ഓതിയിട്ട് സ്വന്തം അർത്ഥം വെക്കുക എത്ര ഗൗരവമുള്ള കാര്യമാണ്. അല്ലാഹ് അവന്റെ ഔലിയാക്കന്മാർക്ക് കണക്ക് നോക്കാതെ കൊടുക്കുന്ന പറഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവൊക്കെ കൊടുക്കുന്നതാണോ? അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകമായ കഴിവുകൾ കൊടുക്കുന്നതാണോ? ഒരിക്കലുമല്ല. അതിന് അഹ്ലു സുന്നയുടെ തഫ്സീറുകൾ വായിച്ചാൽ കൃത്യമായി മനസ്സിലാകും ഏതൊക്കെയാണ് അതിൽ പെടുക എന്ന്. അനുഗ്രഹങ്ങളെ കൃത്യമായി പണ്ഡിതന്മാർ എടുത്തു പറയുന്നുണ്ട്. അല്ലാതെ അല്ലാഹുവിന്റെ തദ്ബീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, ആ കഴിവ്, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, ആ കഴിവ്, അതൊക്കെ അവർക്ക് കൊടുക്കുമെന്നല്ല അതിന്റെ അർത്ഥമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ പറയപ്പെട്ട വാദത്തിൽ നിന്ന് ഇന്ന് ഈ നാട്ടിലെ AP സമസ്തക്കാരും EK സമസ്തക്കാരൊക്കെ പിൻവലിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകം നിയന്ത്രിക്കുന്നയാളാണ് CM എന്ന് പറയാൻ പറ്റൂല. ഇത് പറയാൻ ഈ നാട്ടിലെ പണ്ഡിതന്മാരുടെ നാവിനെ പ്രാപ്തമാക്കിയതിന്റെ പിന്നിൽ ഈ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിന്റെ വലിയ ആക്കം കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു കാലഘട്ടത്തിൽ അവർ പറഞ്ഞതെന്താ? പരിധി നോക്കാതെ മഹാന്മാർക്ക് കൊടുക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ ലോകം നിയന്ത്രിക്കാനുള്ള കഴിവും അള്ളാഹ്ക്ക് കൊടുത്തൂടെ? പക്ഷെ അത് പറയാൻ പറ്റൂല. ഇതൊരു മാറ്റാൻ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ എത്തി എന്നുള്ളത് എത്രത്തോളം ഖേദകരമായ കാര്യമാണ്.
നോക്കൂ നിങ്ങൾ, ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ, അതായത് ഈ നാട്ടിൽ അധികം ആളുകളും ഞാൻ മനസ്സിലാക്കുന്നത് AP സമസ്തക്കാരാണ്. മറ്റു വിഭാഗങ്ങളും ഉണ്ടാകാം. ആ വിഭാഗത്തിന്റെ ഇന്നും ജീവിച്ചിരിക്കുന്നവരുടെ അനിഷേധ്യനായ നേതാവാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. എന്താണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്? ലോകം നിയന്ത്രിക്കുന്നത് മഹാന്മാരാണെന്നല്ലേ? കേട്ടു നോക്കൂ. നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അല്ലല്ലോ, അല്ല ഒന്നല്ലല്ലോ. നിയന്ത്രിക്കുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വളരെ വിശദമായി പറഞ്ഞു, ഹും അർവാഹുൽ മുഅ്മിനീൻ, ഹും അർവാഹുൽ മുഅ്മിനീൻ. അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. കേട്ടില്ലേ? അപ്പൊ അത് കള്ളത്തരീക്കത്തിലേക്ക് പോയ ഉസ്താദ് മാത്രമല്ല പറഞ്ഞത്, ഇന്നും ഇവരൊക്കെ അംഗീകരിക്കുന്ന യഥാർത്ഥ വഴിയിലുള്ള ഉസ്താദും പറഞ്ഞു, ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? അതേ ഔലിയാക്കന്മാരുടെ അർവാഹുകളാണ്. ഇതേ ഉസ്താദ് പഠിപ്പിച്ച സ്ഥാപനത്തിൽ മർക്കസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉസ്താദ് പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുസൂസിയത്താണ്, അത് പറയൽ ശിർക്കാണ്. അപ്പൊ ശിർക്കിലും തൗഹീദിലും ഇപ്പോഴും ഒരു തീരുമാനമാകാതെ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത്. ഇവിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീറിൽ ഉണ്ടെന്ന് പറഞ്ഞത് എന്താണ്? അർവാഹുൽ മുഅ്മിനീൻ. അർവാഹുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന വാക്ക് തഫ്സീറിലില്ല. ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിൽ അതില്ല. ഇനി അർവാഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരുടെ അർവാഹ് എന്നാണോ? അർവാഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഔലിയാക്കന്മാരുടെ അർവാഹുകൾ എന്നാണോ? അങ്ങനെ അദ്ദേഹം അർത്ഥം വെച്ചത് അതുമല്ല, വിശ്വാസികളുടെ അർവാഹുകൾ എന്നാണ്. നമ്മളൊക്കെ വിശ്വാസികളല്ലേ? ഈ പറയുന്ന ആള് വിശ്വാസിയാണെന്ന് പറയുന്ന ആളല്ലേ? അദ്ദേഹത്തിന്റെ റൂഹ് ലോകം നിയന്ത്രിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇമാം റാസി പറഞ്ഞത് അതേ അല്ല. ഇമാം റാസി മലായിക്കത്തുകളെ കുറിച്ചാണ് അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊരു ഭാഗത്ത് അതിന്റെ താഴെ അനുബന്ധമായി ഇമാം റാസി കൊടുത്തു കുതിരകൾ അതിൽപ്പെടും, അതുപോലെ തന്നെ ചില വിഷയങ്ങൾ, അതുപോലെ തന്നെ മഹാന്മാരുടെ അർവാഹുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഭാഷയിൽ പറയാം, പക്ഷെ അതിനൊന്നും തെളിവില്ല എന്ന് മഹാനവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോകം നിയന്ത്രിക്കുന്നത് ആരാണെന്ന് വരെ ഇവർക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പിന്നെ എന്ത് പഠിച്ചിട്ടെന്താ കാര്യം? അത് ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മക്കയിലുണ്ടായിരുന്ന നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മുശ്രിക്കുകൾ വരെ പറഞ്ഞു ലോകം നിയന്ത്രിക്കുന്നത് അള്ളയാണ് എന്ന്. ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും ഒരു ഇല അനങ്ങിയാൽ അടക്കം അത് ആരറിയുന്നു? ഈ പറയപ്പെട്ട മഹാൻ അറിയുന്നു എന്നാണ്. കേട്ടു നോക്കൂ. എത്ര വാചകങ്ങൾ ഷെയ്ഖുന ആ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ആളാണ് ഞാൻ എന്നത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പലരോടും പലതും ഷെയ്ഖുന പറഞ്ഞില്ലേ? അതിൽപ്പെട്ടതാണ് ഷെയ്ഖുനായുടെ അടുത്തൊരു മുഹബ്ബിനോട് പലരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഓരോരുത്തരെ ഉദ്ധരിക്കുന്നത് നമ്മളോട് പറഞ്ഞവർ എന്ന നിലയിലാണ്. ഷെയ്ഖുനായുടെ അടുക്കൽ നിരന്തരം വന്നുകൊണ്ടിരുന്ന മുഹബ്ബിനോട് ഷെയ്ഖുന പറയാം, നോക്കൂ ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല കേട്ടോ. അതാണ്, ഇവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ അവരറിയണം. ആ രൂപത്തിൽ ഈ പ്രത്യക്ഷ ലോകത്ത് തന്നെ അവർക്കുള്ള കേട്ടില്ലേ? ഒരു ഇല അനങ്ങണമെങ്കിൽ വരെ ഇത്തരത്തിലുള്ള മഹാന്മാരറിയണമെന്നാണ്. ഞാൻ നേരത്തെ നിങ്ങൾ ഓതി കേൾപ്പിച്ച സൂറത്തു അൻആമിൽ ആയത്തേതാ? വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഒരു ഇല അനങ്ങി താഴെ വീഴണമെങ്കിൽ അത് അല്ലാഹ് അറിയാതെ വീഴൂല. ഈ പ്രസംഗിച്ചതാരാണ്? ചില്ലറക്കാരനല്ല, വലിയ വലിയ സഖാഫി ബിരുദമുള്ളവരാണ്. ഇവർ ഈ സമൂഹത്തോട് ദൗത്യം നിർവഹിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഖുസൂസിയത്തായ അവന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ അവന്റെ സിട്ടികളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയല്ലേ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതും ആരിലേക്കാണ് ഇത് ചാർത്തിയത്? കേവലം മാനസിക വൈകല്യമുള്ള ഏതാണ്ട് 33 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു കേവലം മനുഷ്യനാണത്രേ ഈ ലോകത്തുള്ള ഇലകൾ അനങ്ങുന്നത് പോലും അറിയുന്നത് എന്ന് ഇവർ പറയുന്നത്. ചോദിക്കട്ടെ, ഇത്
അനുഗ്രഹിക്കപ്പെട്ട പാതയിൽപ്പെട്ട അമ്പിയാക്കന്മാരുടെ, ശുഹദാക്കളുടെ, സുദീഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ വഴിയാണോ? അവരിങ്ങനെ വിശ്വസിച്ചതിന് പ്രമാണമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇവരുടെ ഇത്തരം ഔലിയാക്കന്മാർക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പോയിട്ട് പരിസരത്ത് നടക്കുന്ന, അവർ ഇന്ന് അന്തിയുറങ്ങുന്ന അവരുടെ ഖബറിന്റെ പരിസരത്ത് നടക്കുന്നത് പോലും അറിയുന്നില്ല എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു തെളിവായി ഈടെയായിട്ട് ഈ പറയപ്പെട്ട മഹാന്റെ മക്കാമിന്റെ അടുത്തൊരു സംഭവം നടക്കുകയുണ്ടായി. അതൊന്ന് കേട്ടു നോക്കൂ നമ്മൾ. പ്രതി പിടിയിലായി. മടവൂർ CM വലിയുള്ളാഹി മഖാമിൽ നിന്ന് ഭണ്ഡാരം തകർത്ത് പണം മോഷ്ടിച്ച കേസിലെ പ്രതി PK മുഹമ്മദ് ഹനീഫിയാണ് ഇപ്പോൾ പിടിയിലായത്. സമീർ സി മുഹമ്മദ് അപ്ഡേറ്റ് ചെയ്യുന്ന ഈ വാർത്ത കോഴിക്കോട് നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് മടവൂർ CM വലിയുള്ളാഹി മക്കാം. അവിടെ നിരവധി പേർ എത്തുന്നു. അവിടെ ആ ഭണ്ഡാരത്തിൽ പണം നിക്ഷേപിക്കാറുമുണ്ട്. അങ്ങനെ അവിടെ വന്നുകൊണ്ടിരുന്നവരിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇപ്പോൾ അവിടെ മോഷണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മക്കാമിന്റെ ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. കുന്നമംഗലം പോലീസാണ് കേസ് അന്വേഷിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം. ആ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കുന്നുംപുറം സ്വദേശിയായിട്ടുള്ള PK. കേട്ടില്ലേ? ഇത് ഞാനിവിടെ ഇട്ടത് വേറൊന്നിനുമല്ല. ശ്രീകണ്ഠൻ നായർ എന്താ പറഞ്ഞത്? വലിയുള്ളാഹി അല്ലേ മഖാം എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇത് പറയാൻ അറിയാത്തോണ്ടായിരിക്കും. കുഴപ്പമില്ല. CM മടവൂരിന്റെ മക്കാമില് മോഷണം, പ്രതിപിടിയിൽ. CCTVയുടെ സഹായത്തോടെയാണല്ലോ പ്രതിയെ പിടിച്ചത്. ആരാണിത്? ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമിന്റെ മക്ബറിന്റെ അടുത്തുനിന്നപ്പത് പോയത്. അതുപോലെ തന്നെ ഇലകൾ അനങ്ങുന്നത് വരെ അറിയുന്ന ഈ CMന്റെ മക്കാമിന്റെ അടുത്തുനിന്നാണ് ഇത് സംഭവിക്കുന്നത്. ലോകത്തെ എല്ലാ ഫ്ലൈറ്റുകളും നിയന്ത്രിക്കുന്ന CM, അതുപോലെ തന്നെ അർശും കുർസിയും നിയന്ത്രിക്കാൻ കഴിയുന്ന CM, ലൗഹിയിലുള്ളത് വരെ വേണമെങ്കിൽ തിരുത്തി എഴുതാൻ അല്ലാഹ് അധികാരം കൊടുത്ത CM, ആ CMന്റെ മക്കാമിൽ നിന്ന് ഭണ്ഡാരപ്പെട്ടി മോഷണം പോയി. പിടിച്ചത് എങ്ങനെയാണ്? CCTV ക്യാമറയുടെ സഹായത്തോടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം എത്ര സത്യം! അല്ലാഹു അക്ബർ. എന്താണ് അള്ളാഹു പറഞ്ഞത്? ജനങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തെ ഉദാഹരിച്ചു തരാം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആരൊക്കെയുണ്ടോ, ലൻ യഖ്ലുഖൂ ദുബാബ, അവർ ഒരു ചെറിയ സൃഷ്ടിയായ ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല. വലവിജ്തമഉ ലഹു, ആ ആരാധിക്കുന്ന നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇനി കേട്ടോ, വയസ്ലുബുഹുമുദ്ദുബാബു ശൈആ ലാ യസ്തൻഖിദൂഹു മിൻഹു, ആ ആരാധ്യന്മാരുടെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുപോയി വെച്ച കാണിക്കകളിൽ നിന്ന് ഒരു ഇത്തിരി ഈച്ച അവന്റെ കൈകളിൽ റാഞ്ചിക്കൊണ്ടുപോയാൽ അതുപോലും തിരിച്ചെടുക്കാൻ അവർക്ക് സാധ്യമല്ല. എന്നിട്ട് അല്ലാഹ് പറയാണ്, അല്ലാഹു വൽ മത്ലൂബ്, തേടുന്നവനോ ദുർബലൻ, തേടപ്പെടുന്നവനും ദുർബലൻ. പക്ഷേ മരണപ്പെട്ടു പോയ മഹാത്മാക്കളാണെന്ന് പറയുന്നവരെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇല അനങ്ങുന്നത് പോലും അറിയുന്നു. ലോകത്തിന്റെ നിയന്ത്രണമൊക്കെ അവർക്കാണ്. അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് വരെ ഇത്തരം ഔലിയാക്കന്മാരെ ഉയർത്തുന്നൊരവസ്ഥ ഉണ്ടായി. ചിന്തിക്കാൻ വേണ്ടിയാണ് നാട്ടുകാരെ പറയുന്നത്, വേറെ ഒന്നിനും വേണ്ടിയല്ല. പറഞ്ഞെവിടെ എത്തി എന്ന് ചോദിച്ചാൽ, മാലിക്കുൽ മുലൂക്കാണ് CM എന്നാണ് ഇപ്പോൾ പുതുതായി ഇറങ്ങിയ ഒരു പാട്ടിൽ സക്കരിയ അൽ ഖാദിരി, മലപ്പുറം ജില്ലക്കാരനായ ആ സഹോദരന്റെ പാട്ടിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. നാദനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖന മടവൂർ വലി, പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി കുല്ലിനും അസ്ലായ നൂറേ ശൈഖന മടവൂർ വലി, രോഗികൾക്കാശ്വാസമേകും അശരണർക്കാലംബമായി സിറിനും സിറായ സിറേ. കേട്ടില്ലേ? സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ചുരുക്കി പറയാൻ, എന്താണ് ആ മുസ്ലിയാർ പാടിയത്? ആലമാകെ പോറ്റിടും അർശിന്റെ നാഥനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്കേ ശൈഖുന മടവൂർ വലി. രണ്ട് വരിയിൽ എത്ര കുഫ്റാൻ! ഈ ഒരൊറ്റ വരിയിൽ തന്നെ എത്രത്തോളം പ്രമാണവിരുദ്ധമായ വരികളാണ്. അർശിന്റെ നാഥനാണ് പോൽ CM. ഈ നാട്ടിലെ പണ്ഡിത വേഷധാരികൾ പാവപ്പെട്ടവരെ ക്ഷണിക്കുന്നത് നേരത്തെ പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമിലേക്കാണോ?
അമ്പിയാക്കന്മാരുടെയും ശുഹദാക്കളുടെയും സുദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും വഴിയിലേക്കാണോ? അർശിന്റെ ഉടമയാണോ CM? പറയൂ നിങ്ങൾ. ഇതൊക്കെ നിങ്ങളുടെ കോളേജുകളിലും സ്ഥാപനങ്ങളിലും പഠിച്ചിറങ്ങുന്ന നിങ്ങളുടെ ആ മുഖ്യധാരാ സമസ്തയുടെ വഴിയിൽ നിൽക്കുന്ന ആളുകളല്ലേ? ഒരു വിശ്വാസി എല്ലാ ദിവസവും അവന് വിഷമങ്ങളും സങ്കടങ്ങളും വന്നാൽ റബ്ബിനോട് അവൻ തേടുന്നൊരു പ്രാർത്ഥന എന്താ? ദുആഉൽ കർബ് എന്നാണ് അതിന്റെ പേര് തന്നെ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർദ് വറബ്ബുൽ അർശിൽ അലീം. മഹത്തായ അർശിന്റെ ഉടമയായത് എന്റെ റബ്ബാൻ. ആ വാക്കിനെ വരെ തിരുത്തിയെഴുതി അത് CM ആണെന്ന് വരെ പറയുന്ന ഒരവസ്ഥയിലേക്ക്, കുഫറിലേക്ക് ഈ ജനത എത്തിയത് പച്ചയായി നിങ്ങൾ കേട്ടില്ലേ? ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകളാണ് ഇതിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്ന ഇസ്ലാമിനെ പാടെ കൊച്ചാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം എത്തിയില്ലേ? എത്രത്തോളം സങ്കടകരമാണ് പ്രിയപ്പെട്ടവരെ ഇത്. അദ്ദേഹത്തിന് മാനസിക രോഗം ഏറെ മൂർച്ഛിച്ചിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താ? ഭയങ്കര മാനസിക രോഗം ഉണ്ടായിരുന്നത് തെളിവെന്താ? ഒരിക്കൽ CM അങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു മരം കണ്ടപ്പോൾ പറഞ്ഞു, ഇത് പ്ലാവല്ലേ? പ്ലാവ് ഏത് കുട്ടിക്കും അറിയില്ലേ? ഒരു മരത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ മാനസിക രോഗിയായി തീർന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. കേട്ടു നോക്കൂ. ഒരു മരത്തിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ആ മരം ഞങ്ങൾക്ക് നല്ല പരിചയമുള്ള മരമാണ്. കാരണം ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആ മരത്തിന് പോകുന്ന ഒരു കായ് പറിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മരം നല്ല പരിചയമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഷെയ്ഖുന പറഞ്ഞ് പ്ലാവാണല്ലോ, പ്ലാവാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം പ്ലാവല്ല, മരം നമ്മളെ ഈ അസ്മാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇലയില്ലേ, ആ ഇല ആ മരമാണ്. അപ്പം ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുട്ടി പറഞ്ഞ് പ്ലാവല്ല എന്ന്. ചെറിയ ഇലയുണ്ട്, ചെറിയ ഇല പ്ലാവല്ല എന്ന് പറഞ്ഞപ്പോൾ ചെയ്യാത്തോണ്ട് അസ്മാന്റെ ആ ഇലയുടെ പേര് അറിയില്ല. ആ അതാ അസ്മാ എഴുതിയിട്ട് വെക്കുന്ന സംഭവം കണ്ടിട്ടുണ്ട്, പേരറിയില്ല. ആ സാധനത്തിൻ്റെ അതിനൊരു പേരുണ്ടല്ലോ. അപ്പോൾ ആ പ്ലാവല്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൂടെയുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവർ കുട്ടിയോട് പറഞ്ഞ് നിങ്ങളൊന്നും പറയണ്ട, അതായത് പ്ലാവോ മാവൊന്നും നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കേട്ടില്ലേ? ഏതൊരാൾക്കും മനസ്സിലാകുന്ന മരമാണ് പ്ലാവ്. ആ പ്ലാവാണോ അല്ലേ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു മാനസിക പ്രയാസമുള്ളൊരു മനുഷ്യനാണല്ലോ എന്ത് അർശിന്റെ നാഥനെ. ലോകം നിയന്ത്രിക്കണതേ, ഈ ലോകത്തുള്ള ഇലകൾ അനങ്ങണത് അറിയണതേ. ഇവർക്ക് ഇതിനൊക്കെ ഓരോ പേരുകളുണ്ട്. മജ്ദൂബാണ്, ഫനാ ആണ്. ഫനാഇന്റെ ഒക്കെ അവസ്ഥയിലെത്തിയ പിന്നെ പറയണതൊക്കെ അള്ള പറഞ്ഞ പോലെയാണെന്നാണ്. സത്യത്തിൽ ഇതാണോ? ഇതൊക്കെ സൂഫികളുടെ ഷിയാക്കളുടെ വഴികളാണ്. ഇതിനൊന്നും യാതൊരു പ്രമാണമല്ല. ഏത് സഹാബിയാണ് ഫനായിന്റെ അവസ്ഥയിലെത്തിയത്? ഏത് സഹാബിയാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള ജദ്ബിന്റെ ഹാലിലെത്തിയത്? ആരുമില്ല. അവരൊക്കെ കൃത്യമായി ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആളുകളായിരുന്നു. നോക്കൂ നിങ്ങൾ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തൊരു മനുഷ്യനാണെന്ന് മനസ്സിലായില്ലേ? ഇനി മാത്രല്ല, ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആളുകളായിരുന്നല്ലോ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകൾ. ഓലെന്താ പറഞ്ഞിരുന്നത്? ഉൽമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ. ആരാണ് നിങ്ങൾക്ക് അന്നം തരുന്നത്? ആകാശത്തുനിന്ന് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ആരാണ്? അതുപോലെ തന്നെ നിങ്ങളുടെ കേൾവി ശക്തിയെയും കാഴ്ച ശക്തിയെയും ഉടമപ്പെടുത്തിയതാരാണ്? ജീവനുള്ളതിൽ നിന്ന് നിർജീവമുള്ള വസ്തുവിനെയും തിരിച്ചുകൊണ്ടും കൊണ്ടുവരുന്നവനാരാണ്? ഈ ലോകത്തിന്റെ നിയന്ത്രണം വമൻ യുദബ്ബിറുൽ അംർ ആരാണ് എന്ന് മക്കയിലെ ബുദ്ധിജീവികളായ മുശ്രിക്കീങ്ങളോട് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞിരുന്നത് എന്താ? ഫസയഖൂലൂനല്ലാഹ്. അത് ലാത്തയാണെന്നോ ഉസ്സയാണെന്നോ അല്ല. അവർ തേടിയിരുന്ന ഇബ്രാഹിം നബിയാണെന്നല്ല, പിന്നെയോ അത് അള്ളയാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ആ വിശ്വാസം പോലും ഈ സമൂഹത്തിനുണ്ടോ? പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ചെറിയൊരു കളക്ഷന്റെ ബക്കറ്റ് വരുന്നുണ്ട്. ഈ പ്രോഗ്രാമിന് വേണ്ട കളക്ഷൻ ഇവിടെ നിന്ന് പിരിഞ്ഞാലേ നമ്മുടെ പാവപ്പെട്ട പ്രവർത്തകർക്ക് അതൊരു ഭാരമല്ലാത്തൊരവസ്ഥയായി തീരും. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളത് നൽകണേ എന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. സഹോദരിമാരും സഹോദരങ്ങളുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സംഭാവന നൽകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? ഇത്തരം ആളുകളോടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ്. ഈ ലോകത്തിന്റെ നിയന്ത്രണവും ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും ആരാണോ അവനാകുന്നു നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള റബ്ബ്. ഇങ്ങനൊരു വിശ്വാസം മുൻകഴിഞ്ഞു പോയ അനുഗ്രഹിക്കപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഹിദായത്തിന്റെ വഴിയിലുമായി. ഏത് വിശ്വാസം? അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ,
അതുകൊണ്ട് തന്നെ ആ വഴിയിൽ അവർ ഉറച്ചു നിന്നു. മക്കാ മുശ്രിക്കുകൾ അത് പറഞ്ഞു, പക്ഷെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയി. ഇതൊക്കെ വ്യക്തമായി വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങളല്ലേ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവന്റെ കണ്ണിന്റെ ഇമ വെട്ടുന്ന സമയത്തേക്ക് പോലും ഏത് മനുഷ്യനാണെങ്കിലും ഉത്തര സൂറതയല്ലേ അത് ചെല്ലാൻ പഠിപ്പിച്ചത്, വലാത്തക്കിൽനി ഇലാ നഫ്സി ത്വറഫത ഐൻ. കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ ഏൽപ്പിക്കല്ല എന്ന് അള്ളാഹുവിന്റെ റസൂലാ ചെല്ലാൻ പറഞ്ഞത്. അത്ര ദുർബലരായ നമ്മൾ, എന്നിട്ടല്ലേ ലോകത്തിന്റെ നിയന്ത്രണങ്ങളൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വ്യക്താക്കി പറഞ്ഞു കൊടുത്താലും ചില ആളുകളെ തലയിൽ ബൾബ് കത്തിയാലും എന്താ പറയാ, നിങ്ങളൊക്കെ പേച്ചോലാണ്, വഹാബികളാണ്, പുത്തംവാദികളാണ്, ഞങ്ങൾ തന്നെയാകുന്നു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയിൽ എന്നാണ് അത്തരം ആളുകൾ പറയുക. പോയി എന്താ എവിടെ എത്തി? ലോകത്തിന്റെ നിയന്ത്രണം മാത്രമല്ല, ഒരു മനുഷ്യൻ ദുനിയാവും ആഖിറവും ചോദിക്കേണ്ടത് റബ്ബിനോടാണ് എന്ന് ഏതൊരു കുട്ടിക്കും അറിയാം. പക്ഷെ അതുവരെ ഈ ഒരു വ്യക്തിയിലേക്ക് ചാർത്തപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്താ പറഞ്ഞത്? നമുക്ക് ദുനിയാവും ആഖിറവും തരാൻ CM അല്ലാതെ വേറെ ആരുമില്ല എന്നാണ്. ആരാ പ്രസംഗിക്കണ നിങ്ങള്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ഒരു സഖാഫിയാണത് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലേക്ക് നോക്കിയാൽ നമ്മൾക്ക് കാണാം, അലം തറൗ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വഅസ്ബഅ അലൈക്കും നിഅമഹു ളാഹിറൻ വബാതിനാ. നിങ്ങൾക്ക് പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം അത് അല്ലാഹു അല്ലാതെ ആരാണ്? പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? എല്ലാ നിഅമത്തും നമ്മൾക്ക് കിട്ടുന്നത് കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ നിന്നാണ്. എത്രത്തോളം വലിയ കുഫ്റാൻ! ഇനിയും മടങ്ങാൻ ഈ കേൾക്കുന്ന ആളുകൾക്ക് സമയമായില്ല എങ്കിൽ ഞാൻ എൻ്റെ സംസാരത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞ മരണം ഏത് സമയത്തും നമ്മളെ തേടി വരും. പരലോകം അത് കളിയല്ല. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു, വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ അത് കണക്കാക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ കിട്ടുന്നതൊക്കെ CM-ൽ നിന്നാണെന്നാണ് നേരത്തെ നമ്മൾ കേൾക്കാതെ പോയ ക്ലിപ്പിൽ ആ സഹോദരൻ പ്രസംഗിക്കുന്നത്. അല്ലേ? ഇവരൊക്കെ ഖുറാഫികൾ തുടങ്ങി, അതല്ലടാ നല്ലത്. ഓല ായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടില്ലേ? ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, ആലോചിച്ച് നോക്കൂ സഹോദരിമാരെ, എല്ലാം മടവൂരിൽ നിന്നാണ്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ ഒരു പരിപാടി പ്രശ്നം ഉണ്ടാക്കാനാണോ നിങ്ങൾ പറയുന്നത്? ഈ പ്രോഗ്രാമുകളൊക്കെ എന്തിനാണെന്ന് ചോദിക്കുന്നവരോട് ഇതിനെതിരെ പ്രതികരിക്കാൻ നിനക്കും ബാധ്യതയില്ലേ? ഒരു തിന്മ കണ്ടാൽ നീ അതിനെ കൈകൊണ്ട് തടയണ്ടേ? അതിന് കഴിയില്ലെങ്കിൽ നാവ് കൊണ്ട് എതിർക്കണ്ടേ? അതിന് കഴിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഒരു വെറുപ്പെങ്കിലും പ്രകടമാക്കണ്ടേ? അതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആത്മാർത്ഥരായ പ്രവർത്തകർ കേരളക്കരയിലും അതിന്റെ പുറത്തും ഈ ദഅവത്തുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന, റബ്ബിന്റെ നിഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ മനുഷ്യൻ ആ റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് പറയാണ്, നമുക്ക് തരുന്ന നിഅമത്തൊക്കെ കോഴിക്കോട് ജില്ലയിലെ മടവൂർ ശൈഖിന്റെ പക്കൽ നിന്നാണ് എന്ന്. ഇത് തുറന്നു പറഞ്ഞാല് ഒരു പുത്തംവാദികള്. ഒരു ഉസ്താദ് പറഞ്ഞെന്തറിയോ? ഇവർ കേറിയ ബസ്സിൽ കയറരുതെന്നാ. കാരണം അത്രയും വലിയ പുത്തംവാദികളാണ് അത്രേ വഹാബികൾ. അവരുടെ കാറ്റടിക്കണ റേഞ്ചിൽ പോലും നിൽക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. മാത്രമല്ല ഇവരുടെ കൂടെ ബിസിനസ് പാർട്ട്ണർഷിപ്പ് കൂടരുത്. നമ്മളെ കുട്ടികളെ ഇവർക്ക് കെട്ടിച്ചു കൊടുക്കരുത്, തിരിച്ചവിടുന്ന് കെട്ടുകയും ചെയ്യരുത്. മാത്രമല്ല ഇവൻ വന്നാൽ കഥകൊക്കെ കൊട്ടിയടക്കണം. ഓൻ വീട് കഴിഞ്ഞാൽ പച്ചവെള്ളം പോലും കൊടുക്കരുത്. ആരെ കുറിച്ചാണ് ഈ പറയണത്? റബ്ബാണെല്ലാം തന്നത് എന്ന് പറയുന്ന മുജാഹിദുകൾക്ക് ഇതൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്തൊരു വിരോധാഭാസാണ്!
ഇത്തരം ശിർക്കൻ കാര്യങ്ങളും മാലകളും മൗലീദുകളും നരകത്തിലേക്കുള്ള ഏർപ്പാടാണെന്ന് പറയുമ്പോൾ അതൊക്കെ ചൊല്ലിയവർ നരകത്തിലാണെങ്കിൽ, ഇതൊക്കെ വിശ്വസിച്ച മുൻഗാമികൾ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലേക്ക് പൊയ്ക്കോളാം എന്ന് വരെ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന രംഗമൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഇവരൊക്കെ മുബത്തദീങ്ങളും ഇവരൊക്കെ ഖുറാഫികളും അതല്ലടാ നല്ലത്. ഓലൊക്കെ മൗലിദ് ഓതിയിട്ട് നരകത്തിൽ പോകുകയാണെങ്കിൽ ആ നരകത്തിലുള്ള ഈ അന്തംഗമ്മികൾ പോകുന്ന സ്വർഗത്തിനേക്കാൾ നല്ലത് നരകത്ത് പോലെയല്ല ഞങ്ങൾ. അപ്പൊ നിങ്ങൾ ഞാൻ അവിടെ കാത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കണ്ണിയത്തും വാളക്കുളവും ഒക്കെ നരകത്തിലാണെങ്കിൽ നിങ്ങൾ ഞാൻ അവിടെ കാത്താൽ മതി. ഞാൻ ഇവിടേക്ക് വരൂല, അവിടെ പോയിക്കൊണ്ട്. കേട്ടില്ലേ? അപ്പൊ നരകം എന്ന് പറഞ്ഞാൽ ഈ ഉസ്താദിന്റെ പുതിയ AC ആണെന്നാണ്. അവിടെ AC വെച്ചു കൊടുക്കുമല്ലോ അവർക്ക്. കണ്ണിയത്തും നേതാക്കന്മാരൊക്കെ പോയ ആ നരകാണോ എങ്കിൽ ഞങ്ങൾക്ക് ആ നരകം മതി, അവിടെ ഞങ്ങൾക്ക് AC ഉണ്ടാവുന്നതാണ്. എന്താ ഇയാളൊക്കെ പരലോക വിശ്വാസം? അപ്പൊ മുൻഗാമികളൊക്കെ ഏത് വഴിയിലാണോ ആ വഴിയിലാണ്, പാരമ്പര്യ മാർഗത്തിലാണ് ഞങ്ങളെന്ന് പറയുന്ന ഈ വാദം കൊണ്ടുവന്നത് ആദ്യമായിട്ട് ഫിറൗനാണ്, പ്രവാചകന്മാരല്ല. ആ പ്രവാചകന്മാരുടെ വഴിയിൽ നിന്നവരല്ല. മുൻഗാമികൾ അവസ്ഥ എന്താണെന്ന് ചോദിച്ചവർ. ഒന്നാമതായി ചോദ്യം ചരിത്രപരമായി മനസ്സിലാകുന്നത് റാംസസ് രണ്ടാമൻ ഫിറൗൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലേക്ക് കയറി ചെന്ന് ഫിറൗന്റെ മുമ്പിൽ നെഞ്ചു വിരുത്തി റബ്ബിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഫിറൗന്റെ ഒരു ചോദ്യം, നിങ്ങൾ രണ്ടുപേരും പറയുന്ന റബ്ബാരാണ് മൂസ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താ? റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് ഈ ലോകത്തുള്ളതിനെയെല്ലാം സൃഷ്ടിച്ച് അവക്കതിന്റെ വേണ്ട ഹിദായത്ത് കാണിച്ചു കൊടുത്ത, മാർഗദർശനം കാണിച്ചു കൊടുത്തവനാകുന്നു ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറഞ്ഞ ആ മൂസാ നബിയോട് ഫിറോൻ ഉത്തരം കിട്ടിയപ്പോൾ ചോദിച്ച ചോദ്യമാണ് ഫമാ ബാലുൽ ഖുറൂനിൽ ഊല. അപ്പൊ മുൻഗാമികളുടെ അവസ്ഥ എന്താണ്? അന്ന് മൂസാ നബി പറഞ്ഞ എന്താ? മുൻഗാമികളൊക്കെ നരകത്തിലാണെന്നല്ല, ഓലൊക്കെ സ്വർഗത്തിലാണെന്നുമല്ല. മൂസാ നബി കൊടുത്ത ആ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തുള്ള അതേ മറുപടിയാണ് ഈ 2024 ഞങ്ങൾക്കും പറയാനുള്ളത്. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൽ ലാ യദില്ലു റബ്ബി വലാ യൻസാ. അവരെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ പക്കലാണ്. ആരും നരകത്തിലാണെന്ന് പറയാൻ നമ്മൾ ആളുകളല്ല, ആരും മുശ്രിക്കാണെന്ന് പറയാനും നമ്മൾ ആളുകളല്ല. അങ്ങനെ പറയാനും പാടില്ല. ആരും കുഫ്റിലാണെന്ന് ഒരാളെ കാഫിർ എന്ന് വിളിക്കാൻ നമ്മൾക്ക് അധികാരമല്ല. പക്ഷേ ഇന്നത് കുഫ്റാൻ, ഇന്നത് ശിർക്കാൻ, ഇന്നത് നരകത്തിന്റെ വഴിയാൻ എന്ന് പറയലാണ് ഞങ്ങളുടെ ബാധ്യത. അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും പൊയ്ക്കോളാൻ. പണ്ട് ജാമിദ ടീച്ചറുടെ പ്രസംഗം കേട്ടിരുന്നു. എന്താണ്? സിനിമാ നടന്മാരൊക്കെ പെങ്ങളെ വാദപ്രകാരം നരകത്തേക്കല്ലേ, അപ്പൊ ആ നരകമായിരിക്കും രസം എന്നാണ് ജാമിദ ടീച്ചർ പറഞ്ഞത്. ആ കോലത്തിലൊരു വർത്താനാണ് ഇപ്പോ എല്ലാ ലക്കുലകാണും വിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് കാസിമി. മൂപ്പര് പറയുന്നത് എന്താണ്? അതെ, ഓലൊക്കെ പോണ നരകത്തിൽ ഞങ്ങൾ കേസി ഉണ്ടാവും. അപ്പൊ എന്താ പറയുക വിശ്വാസം? ഇങ്ങനെയാണ് ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത് കേരളക്കരയിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞു വീശിയപ്പോ വലിയ വലിയ സഖാഫിമാരൊക്കെ പലതും തുറന്നു പറയാൻ തുടങ്ങി. ഏതോ ഒരുത്തൻ ബദരീങ്ങളെക്കാളും വലിയൊരു സ്ഥാനം CM-നുണ്ട് എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. ആ പാട്ട് കേട്ടിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 1000 ശംസുല്ലുലമക്ക് പകരം. കേട്ടില്ലേ? അതായത് ബദരീങ്ങൾക്ക് പകരം ഒരു CM. ഇതിപ്പോ അത്ര വലിയ അത്ഭുതമൊന്നുമല്ല. കാരണം മാലിക്കുൽ മുലൂക്ക് CM പിന്നെ അർശിന്റെ നായകനാണെന്നൊക്കെ പറഞ്ഞില്ല, അതിന്റെ അപ്പുറത്തൊന്നുമല്ല പത്. പക്ഷെ ഇത്തരം മതിവാദങ്ങൾക്കെതിരെ നമ്മൾ ഇത്തരത്തിലുള്ള കവലകളിലും മാർക്കറ്റുകളിലും ഇതുപോലെയുള്ള ശിർക്കിന്റെ കുഫറിന്റെ വാദങ്ങൾ കാണിച്ചു കൊടുത്തപ്പോ അതിന്റെ അരമനകളിൽ അന്തി ഉറങ്ങുന്ന മുസ്ലിയാക്കന്മാർക്ക് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയാതെയായി. അവസാനം ഒരു മുസ്ലിയാർ അതിശക്തമായി പ്രതികരിച്ചു. കേട്ടു നോക്കൂ. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല 313 ബദരീങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിൽ അതൊരു വലിയുണ്ടായി എന്ന്. ബദരീങ്ങളല്ലാത്ത ഒരാള് അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകടുത്ത തെറ്റ് കുഫർ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ആർക്കും സംശയമില്ലല്ലോ, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 313 ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചുകൊണ്ടുവന്ന് മഹാനവറുകൾ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. കേട്ടില്ലേ? അപ്പൊ മഹാനവറുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തെങ്ങാനാണ് അത് പറഞ്ഞിരുന്നെങ്കിൽ കൈകാര്യം ചെയ്യുന്ന പറയണത്. അപ്പൊ മരണത്തിന് ശേഷം ഒരു കഴിവില്ലേ? ഈ നെല്ലിക്കയും ഉപ്പുമൊക്കെ അച്ചാറ് സുർക്കിയിൽ കൊണ്ടിടുന്ന പോലെയാണ് മഹാന്മാർക്ക് മരിച്ചു കഴിഞ്ഞുള്ള പവർ എന്ന വീര്യം കൂടും. അപ്പൊ CM മരണത്തിന് ശേഷം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണോ പേരോട് മുസ്ലിയാർ വാക്കാൽ പറയുന്നത്? മരിച്ചാൽ പവർ കൂടുന്നല്ല ഇവർ പറയാറുള്ളത് സാധാരണ. ജീവിച്ചിരിക്കുന്ന നാളിൽ അത് പറഞ്ഞിരുന്നെങ്കിൽ കൈകാര്യം ചെയ്യും. അപ്പൊ ഇപ്പൊ കൈകാര്യം ചെയ്യാൻ കഴിവില്ലേ? അപ്പൊ ഈ രൂപത്തിലൊക്കെ ഇരിക്കട്ടെ. എന്തായാലും ഈ കുഫ്റൻ വാദങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു കാലഘട്ടത്തിൽ ശിർക്കിന്റെ കാര്യമായി കേരളത്തിൽ ഓടി നടന്ന പേരോട് മുസ്ലിയാർ ഇന്നും അവിടെ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ചിലതിനെയൊക്കെ എതിർക്കാൻ തുടങ്ങി. അത് ഈ പ്രസ്ഥാനത്തിന്റെ ദഅവത്തിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പോയി എവിടെ എത്തിയെന്നറിയങ്ങള്? 16 ലോകങ്ങൾ വരെ നിയന്ത്രിക്കുന്ന മഹാന്മാരുണ്ട് അത്ര ലോകത്ത്. കേട്ടു നോക്കൂ. മടവൂർ ശൈഖ് റളിയല്ലാഹു അൻഹു ഖുതുബുൽ ആലം, അവരും ഖുതുബാണ്. ഖുതുബുൽ അഖ്താബ് അവരെ പറ്റിയും പറയാം. അവർക്കൊക്കെ അല്ലേ ലോകം തിരിഞ്ഞത്. ഒരാൾ ഖുതുബാവണമെങ്കിൽ 16 ലോകം തിരിയണം. 16 ലോകം, 15 ലോകമല്ല, 16 ലോകം തിരിയണം. ഒരു ലോകം തിരിഞ്ഞാൽ പോരാ. അതായത് ഈ 16 ലോകത്തെപ്പെട്ട ഒരു ലോകം ഏതാണെന്നറിയോ? ഒരു ലോകം ഈ ദുനിയാവും ആഖിറവും എല്ലാം വരാൻ പോകുന്ന ഈ ദുനിയാവും ഇതിന് വരാൻ പോകുന്ന ഒരു ആഖിറ ഉണ്ടല്ലോ, ഈ ആഖിറം പാടെ കൂടിയാൽ ഒരു ലോകേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി 15 ലോകം ഇതിന്റെ ശേഷം വേറെ അറിയാണ്ട്. കേട്ടില്ലേ? അപ്പൊ 16 ലോകങ്ങളും തിരിഞ്ഞ ആളാണ് മടവൂര്. ഞങ്ങൾക്ക് മനസ്സിലായി. മൂപ്പര കബറിന്റെ 16 അടി അപ്പുറത്തുള്ള ഭണ്ഡാരം കൊണ്ടായിട്ട് മൂപ്പര അറിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ 16 ലോകം അങ്ങോട്ട് തള്ളിവിടന്നെ. ഇത് മർക്കസിലെ അധ്യാപകനാണ്, ശരിയ കോഴ്സിന്റെ വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന പണ്ഡിതനാണ്. 16 ലോകങ്ങൾ, അതിലൊരു ലോകമാണല്ലോ ദുനിയാവും പരലോകവും. അതൊരു ലോകമാണ്. അതിന്റെ അപ്പുറത്ത് വേറെ 15 ലോകമുണ്ട്. അതൊക്കെ തിരിഞ്ഞ ആളാണ്. ഇത് കേൾക്കണി ഞങ്ങൾക്ക് തിരിഞ്ഞെന്താ വെച്ചാല് നിങ്ങളെ രോഗം എന്താന്ന് ഞമ്മക്ക് തിരിഞ്ഞ്. പാവപ്പെട്ട ആളുകളെ മക്ബറകളിലേക്കും ജാറങ്ങളിലേക്കും കൊണ്ടുവന്ന് അവിടെയുള്ള പല തോന്നിവാസങ്ങൾക്കും ഇരയാക്കാൻ ആണ്ട് നേർച്ചകൾ എന്ന് പേരിട്ട് അല്ലാതെയും ഒക്കെ പേരിട്ട് പാവങ്ങളുടെ ആഭരണങ്ങളും സമ്പത്തും കൊള്ളയടിക്കാനുള്ള ഒരു വഴിയാണ് നിങ്ങൾ ഈ സ്വീകരിക്കുന്നത് എന്നുള്ളത് എൻ്റെ സംസാരത്തിന്റെ അവസാനത്തിൽ ഒരു പ്രധാന പോയിന്റായി പറഞ്ഞുകൊണ്ടായിരിക്കും ഞാനത് അവസാനിപ്പിക്കുക. 16 ലോകങ്ങൾ തിരിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തൊട്ടപ്പുറത്തുള്ള ഭണ്ഡാരപ്പെട്ടി കൊണ്ടുപോയി അടക്കം CM അറിഞ്ഞിട്ടില്ല. ഇനി മാത്രല്ല നാസക്ക് തിരിയാത്തതടക്കം CM തിരിഞ്ഞിക്കിടുന്നതാണ്. കേട്ടോക്കി. ലൗഹുൽ മഹ്ഫൂദ് വായിക്കാൻ പറ്റിയ ദൂരദർശിനി പലരുടെയും അടുത്തുണ്ട്, നാസയുടെ അടുത്തില്ല. നാസ ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഒരിക്കലും അള്ളാഹു നൽകിയ ആഫിയത്ത്, ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ബുദ്ധിപരവുമായ ആരോഗ്യം ഒരിക്കലും നശിപ്പിക്കാത്ത, നാസാക്കാത്ത ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായ ഔലിയ. കേട്ടില്ലേ? നാസക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത വലിയ അറിവുകളൊക്കെയാണ് ഇപ്പൊ CM അടുത്തുള്ളത്. ഇരിക്കട്ടെ. എന്തായാലും ഈ രൂപത്തിലൊക്കെയുള്ള അമിതമായ മഹത്വവൽക്കരണങ്ങൾ, ഇതിനാണോ സമൂഹം നിങ്ങളെ ഭക്ഷണം തന്നു പോറ്റുന്നത്? ഇതിനാണോ സമൂഹം നിങ്ങളെ സ്വന്തം മക്കളെക്കാൾ സ്നേഹിച്ച് കൊണ്ടു നടക്കുന്നത്? അള്ളാഹുവിനെ കുറിച്ച് ഇവർക്ക് പറയാൻ നാവില്ല, അവന്റെ പ്രവാചകനെ കുറിച്ച് പറയാൻ നാവില്ല, വിശുദ്ധ ഖുർആനിന്റെ വചനാമൃതങ്ങൾ ഉറക്കെ ഉറക്കെ ഓതി പറയാൻ ഇവിടുത്തെ മുസ്ലിയാക്കന്മാരില്ല, പ്രവാചകന്റെ ഹദീസുകൾ സലഫുകൾ മനസ്സിലാക്കിയതുപോലെ പറയാൻ ഈ നാട്ടിലെ ആളുകളില്ല. ഒരു മുസ്ലിം കേവലം ആദ്യത്തെ പടി എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കലാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ABCD പഠിച്ച് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കി വലിയ വലിയ കുറെ കാലം കിതാബ് ഓതിയിട്ട് പറയാണ് ലോകം നിയന്ത്രിക്കുന്നത് CM ആണ്, ഇലയനങ്ങുന്നത് പോലെ മൂപ്പർ അറിയുന്നുണ്ട്, അതുപോലെ തന്നെ അർശിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം, അതുപോലെ നാസക്ക് പിടുത്തം കിട്ടാത്തത് പലതൊക്കെ മൂപ്പരത്തുണ്ട്, ലൗഹിൽ മഹ്ഫൂദൊക്കെ CM തിരുത്തുന്നുണ്ട്. ഇത് പറയാനാണോ നിങ്ങളെ സമൂഹം പഠിപ്പിച്ചെടുത്തത്? നിനക്ക് എന്താ തെളിവ്? ഇന്ന ആള് പറഞ്ഞു, ഇന്ന ഹാജിയാര് പറഞ്ഞു, ഇന്ന ആള് പറഞ്ഞു എന്നല്ലാതെ
എന്താണ് ബലവത്തായ ഒരു തെളിവ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിലൊക്കെ ദീനുമായി എന്ത് ബന്ധം? ഈ പറയപ്പെട്ട മഹാന്മാർ എന്ന് പറയുന്നവരെ കണ്ടവർ വരെ മരിച്ചു തീർന്നിട്ടില്ല. ഈ അടുത്ത് കഴിഞ്ഞു പോയ ആളാണ് അദ്ദേഹം. വെറും 33 കൊല്ലായിട്ടുള്ളൂ. അദ്ദേഹത്തെ കണ്ടവർ വരെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തെ കുറിച്ചാണ്. അപ്പൊ ഒരു 100 കൊല്ലം കഴിഞ്ഞ് എന്താ പറയാ? ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇത്തരത്തിലുള്ള മഹാന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളെ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ നാട്ടിലെ മുസ്ലിയാക്കന്മാരുടെ പണ്ടത്തെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ ശ്രദ്ധിക്കണേ, ഇതൊരു പ്രധാന പോയിന്റാ പറയുന്നത്. അവരുടെ പണ്ടത്തെ നേതാക്കന്മാർ പറഞ്ഞിരുന്നത് എന്താ? ഞങ്ങളാരും നേരിട്ട് CM-നെയോ അല്ലെങ്കിൽ ഈ നാട്ടിൽ അന്തിയുറങ്ങുന്ന ശുഹദാക്കളാണെന്ന് പറയുന്നവരോടോ അല്ലെങ്കിൽ ഉള്ളാളം തങ്ങളോടോ ഭീമ ഉമ്മിച്ചയോടോ അല്ലെങ്കിൽ നാഗൂറിലും അജ്മീറിലും മുത്തുപേട്ടയിലും അവിടെ കിടക്കുന്ന മഹാന്മാരോടൊന്നും ഞങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെ ഒരു മുസ്ലിമും പറയില്ല എന്നാണ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ മുൻകാല പണ്ഡിതൻ എഴുതി വെച്ചത്. അങ്ങനെ ആരും ഞങ്ങൾ പ്രാർത്ഥിക്കാറേയില്ല, അങ്ങനെ ഒരു മുസ്ലിമും പറയില്ല എന്ന് പറഞ്ഞിരുന്നത്. ഞങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുകയാണ്, ആണോ? എന്നാ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരുടെ അൽ ഖൗൽ സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം പറഞ്ഞു. നിഷേധിക്കാൻ കഴിയോ? വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല എന്നാണ്, അങ്ങനെ ഒരു മുസ്ലിമും പറയില്ല എന്നാണ്. അപ്പൊ പോയി എവിടെ എത്തി? നേരിട്ട് ചോദിക്കാം. അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്നത് പിശാചിന്റെ വഴിയാണ്. അതുപോലെ തന്നെ സുന്നികൾ ഖബർ സന്ദർശന വേളയിൽ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് നജീബ് മുസ്ലിയാർ എഴുതി. മുഹിയുദ്ദീൻ ശൈഖേ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നുള്ളത് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ എന്ന് ഇന്നും AP സമസ്തയിൽ ജീവിക്കുന്ന പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിച്ചപ്പോൾ അനുവദനീയമാണ് എന്ന് പറഞ്ഞു. അന്ന് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞ തൗഹീദിൽ ഇന്നിവർ വണ്ടി കയറി. പോയി ലോകം നിയന്ത്രിക്കുന്നതൊക്കെ കേവലം ചില മനുഷ്യരാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, അവിടേക്ക് മാത്രല്ല അതേ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കൽ നിർബന്ധമാണെന്ന് വരെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി. ശൈഖിനോട് ഇസ്തിഗാസ നിർവഹിക്കുക എന്നത് നിർബന്ധമാണ്. അത് സുന്നത്താന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒഴുക്കം മട്ടിലൊന്നും പോകാൻ പറ്റൂല. നിർബന്ധാണ്. അപ്പോഴാണ് ചിലവർക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ പുറത്തിയാടുന്നത്. നിർബന്ധം എന്നൊക്കെ പറയാൻ പറ്റുമോ? പറ്റൂലെങ്കിൽ മാറി നിക്ക്. ഇവിടെ മശായിഖ് കേട്ടില്ലേ? കാന്തപുരത്തിന്റെ കോളേജിൽ പഠിച്ചിറങ്ങിയ സഖാഫിയാണ്. 1930കളിൽ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ ഒരു മുസ്ലിമും അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ എവിടെ എത്തി കുട്ടി മുസ്ലിയാക്കന്മാര്? ചോദിക്കൽ നിർബന്ധമാണ്. എന്താ നിർബന്ധത്തിന്റെ ഡെഫിനിഷൻ പറയൂ ഉസ്താദുമാരെ നിങ്ങൾ. ഹുവ മാ യുസാബു അലാ ഫിഅലിഹി വയുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയുള്ളതുമായ കാര്യമാണ്, വുജൂബായ കാര്യമാണ് നിർബന്ധം എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ നിർബന്ധ കാര്യമാണ് അത്രേ CM-നോട് തേടല്, മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കല്, അതുപോലെയുള്ള മക്ബറുകളിൽ അന്തി ഉറങ്ങുന്ന മഹാന്മാരോട് തേടൽ. ഇതറിയാതെ പറഞ്ഞു പോയതല്ല, ആവർത്തിച്ചാണ് അള്ളാഹുവിന്റെ കേവലം സൃഷ്ടിയായ ഈ മനുഷ്യൻ നന്ദികേടിന്റെ വാക്ക് പറയുന്നത്. ഈ കാര്യം സ്ഥാപിക്കാൻ എന്താണ് ഇവർക്ക് തെളിവ്? ഒരു കാര്യം ഇസ്ലാമിൽ നിർബന്ധമാകണമെങ്കിൽ എന്തായിരിക്കണം അതിന് തെളിവ്? വിശുദ്ധ ഖുർആന്റെ ആയത്തല്ലേ, പ്രവാചകന്റെ ചര്യയല്ലേ? എവിടെയാണ് ഹാത്തു ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ? ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മേലെ ഒരടിമ ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണോ ശിർക്ക് എന്ന് പറയുന്നത്? അതല്ലേ പറയുന്നത് ഇവിടെ, അല്ലേ? എന്നാൽ ഇവർക്ക് തെളിവെന്താ? ആരോ പാടിയ ചില പാട്ടുകളാണ് ഇതിന് തെളിവ്. അതുപോലെ തന്നെ ആരോ കണ്ട കുറെ സ്വപ്നങ്ങളാണ് തെളിവ്, കുറെ വാറോലകളാണ് തെളിവ്. ഇനി പ്രമാണങ്ങളെ തൊട്ടാൽ തന്നെ ദുർവ്യാഖ്യാനിക്കുകയല്ലാതെ ഇതിനൊന്നും തെളിവുകളുമില്ല. ഇത്തരം കേന്ദ്രങ്ങളിലേക്ക്, മഹാന്മാരുടെ ജാറങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തെല്ലാം കളവുകളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ളക്കറാമത്തുകളും ഒരിക്കലും ആരും കേട്ടുകേൾവി പോലും ഇല്ലാത്ത കുറെ വിടുവായിത്തങ്ങളുമല്ലാതെ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇതിന് തെളിവുള്ളത്? നോക്കൂ നിങ്ങൾ, ഈ നാട്ടുകാരനായ ഇവിടുത്തെ ഒരു പ്രധാന പണ്ഡിതന്റെ ഒരു കറാമത്ത് കഥ കേട്ടു നോക്കൂ നിങ്ങൾ. ബിരിയാണി വെച്ചുള്ള ചെമ്പ് തുറന്നിട്ട് ചത്താരണയെ കാട്ടിക്കൊടുത്തോവർ. ബിരിയാണി വെച്ചുള്ള ചെമ്പ് തുറന്നിട്ട്
ചത്ത അരണനെ കാണിച്ചു കൊടുത്തു, അത് കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു കറാമത്ത് പള്ളിപ്പടി ഉപ്പാപ്പാക്കുണ്ട്. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇറച്ചി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഇറച്ചിയുടെ ചെമ്പ് ചവിട്ടിയാണ് മറിച്ചിട്ടു. ആ കടക്കാരൻ വന്നിട്ട് പള്ളിപ്പടി ഉപ്പാപ്പാനെ അടിച്ചു എന്നാണ് ചരിത്രം. പക്ഷേ ഇറച്ചി തിരിച്ച് ഇതിലേക്ക് തന്നെ ഇങ്ങനെ കോരിടുന്ന സമയത്ത് ഒരു അരണ ഇങ്ങനെ വെന്ത് ചത്ത് കിടക്കും. എറണാകുളം ടൗൺ പള്ളിയിൽ അകത്ത് കയറിയിട്ട്, മാർക്കറ്റ് പള്ളിയിൽ അകത്ത് കയറിയിട്ട് പള്ളിയിലാണ് മൂത്രമൊഴിച്ചു. പള്ളിയിൽ മൂത്രമൊഴിച്ചപ്പോൾ കുറേ ആൾ ഇതെന്താ ഈ കാണിക്കണേ, പള്ളിയിലാണോ ഈ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ കാർപ്പറ്റ് കഴുകാൻ വേണ്ടി, പായ കഴുകാൻ വേണ്ടി എടുത്തു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ് അതിന്റെ താഴത്തൊരു എലി ചത്ത് കിടക്കുന്നു. കേട്ടില്ലേ? അപ്പൊ ഈ നാട്ടിലെ ഉസ്താദിന്റെ കറാമത്ത് കഥയാണത്. പള്ളിയിലെ കാർപ്പറ്റിന്റെ ചോട്ടിലെ എലി മൂത്രയിച്ച് കാണിച്ചു കൊടുത്തു. എന്താ അതിന് പള്ളിയിൽ മൂത്രയിക്കേ? അപ്പൊ ഇവർ ഔലിയാക്കന്മാരുടെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ചോക്കെ നിങ്ങൾ. പിന്നെ ഭക്ഷണത്തിന്റെ പാത്രം ചവിട്ടി തെറിപ്പിച്ചു. ഭക്ഷണത്തോട് മര്യാദ വേണ്ടേ? അത് കിട്ടാത്ത പതിനായിരങ്ങളും ലക്ഷങ്ങളും ലോകത്തുണ്ടാവുമ്പോ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് ചവിട്ടി മറിച്ച് പെറുക്കിയിടുമ്പോ അതിൽ ചത്ത അരണനൊക്കെ ഉണ്ടല്ലോ, ആ അരണനെ എടുത്തിടാൻ പറയല്ല, ആദ്യം ഭക്ഷണം ചവിട്ടി തെറിപ്പിക്കുക. ഇതൊക്കെയാണോ അള്ളാന്റെ ഔലിയാക്കന്മാരുടെ ജോലി? ഈ കറാമത്തൊക്കെ വിശ്വസിക്കാത്തവരില്ലേ? എന്താ ചെയ്യാന്നാണ് അതിന്റെ അവസാനം പറയണത്. ആര് വിശ്വസിക്കും? നീളൻ തലീക്കെട്ടും ഒരു പച്ച പുതപ്പുമൊക്കെ തോളിയിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ സമൂഹം വിശ്വസിച്ചു പോകും എന്ത് ഇവരൊക്കെ പറയുന്നത് സത്യമാണ് എന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകളെ ചൂഷണം ചെയ്ത് സമ്പത്ത് നേടിയെടുക്കാനല്ലാതെ ഈ കറാമത്ത് കഥകൾ എന്തിനു കൊള്ളും? ഇതൊക്കെ പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മളാരും കറാമത്തിനെതിരാണ് എന്ന്. കറാമത്ത് ഖുർആൻ കൊണ്ട് തെളിഞ്ഞ കാര്യമാണ്. പക്ഷെ ആ സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കുന്ന സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പരിണതിനറിയോ? ജാറങ്ങളിലേക്ക് മഹാന്മാരായ ആണെന്ന് പറയപ്പെടുന്ന ആളുകളുടെ മഖബറുകളിലേക്ക് ആളുകളെ എത്തിക്കാൻ, വർഷാവർഷം അവരുടെ മേൽ ആണ്ട് നേർച്ചകൾ നടത്താൻ. ഈ ആണ്ട് നേർച്ചയ്ക്ക് തെളിവായി ഇന്നൊരു മുസ്ലിയാര് പറഞ്ഞത് ഖദീജ ബീവിയുടെ മരണശേഷം നബി ആടിനെ അറുത്തു കൊടുത്തില്ലേ എന്നാണ്. ഖദീജ ബീവിയുടെ കാലശേഷം നബി ആടിനെ അറുത്തു കൊടുത്ത ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. പക്ഷെ അതാണോ നിങ്ങളുടെ മഖബറുകളിൽ നടക്കുന്നത്? ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരുടെ ഖബറിന്റെ അരികിൽ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ്? അനിസ്ലാമികതകളില്ലേ? സംഗീതങ്ങളില്ലേ? ഡാൻസുകളില്ലേ? കരിമരുന്ന് പ്രയോഗങ്ങളില്ലേ? വർഷാവർഷം ജാറങ്ങളിൽ നടക്കുന്ന ഇത്തരം പ്രവണതക്ക് ഏത് സ്വഹാബിയുടെ തെളിവാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കാണിച്ചു കൊടുക്കൂ നിങ്ങൾ ഈ സമൂഹത്തിന്. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് നേർച്ചയില്ല, നേർച്ച ഇസ്ലാമിലുള്ളതാ. ഇസ്ലാമിലുള്ള നേർച്ച ആൾക്കാർക്കും അറിയില്ല. നിർബന്ധമായി സുന്നത്തായ ഒരു കാര്യം സ്വയം നിർബന്ധമായി ഏറ്റെടുക്കണീന നേർച്ച എന്ന് പറയാ. സുന്നത്തായ ഒരു കാര്യം, ഇപ്പൊ പള്ളിയിലേക്ക് ഒരു ഭണ്ഡാരക്കുട്ടിക്ക് ഞാൻ നാളെ എത്ര പൈസ ഇടും എന്ന് പറഞ്ഞാൽ അത് ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം പഠിപ്പിച്ച നേർച്ചയാൻ. പക്ഷെ ഇന്ന മഹാന്റെ ഖബറിലേക്ക് ഞാൻ ഒരു ആടിനെ നേർച്ചയാക്കുന്നു പറഞ്ഞത് ശിർക്കാണ്. അതുപോലെ തന്നെ ഇന്ന മഹാന്റെ ജാറത്തിലേക്ക് ഞാൻ പഴക്കല കൊടുക്കുന്നു പറഞ്ഞാൽ ശിർക്കാണ്. ഇസ്ലാം അങ്ങനത്തെ നേർച്ച വഴിപാട് പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞപ്പോ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ വന്ന് AP സമസ്തയുടെ നേതാവായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് ആ ജാറങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ആണ്ട് നേർച്ചകളിൽ നടക്കുന്ന ബിദഅത്തുകളെ, അനാചാരങ്ങളെ ഞങ്ങൾ എതിർക്കാറുണ്ട്. എന്താ പറയാ, ബിദഅത്തുകളെ എതിർക്കാറുണ്ട്. എവിടെ? ഈ നേർച്ചയിലെ ആണ്ട് നേർച്ചയിൽ. ആണ്ട് നേർച്ചന്റെ ബിദഅത്താ ഈ കൂനുമക്കൂരു എന്ന് പറഞ്ഞ പോലെ. നീ അതിൽ നിന്നൊന്ന് വേർതിരിക്കാനോ? എന്നിട്ട് അദ്ദേഹം പറയാണ് കരിമരുന്ന് പൊട്ടിക്കല്ല, പീപ്പിളി വിളിക്കല്ല, മ്യൂസിക് ഇടല്ല. ഇതൊക്കെ പറ്റും, നിങ്ങൾ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. തെന്നിന്ത്യൻ മുഫ്തിയായ ഷാലിയാത്തി ആണ്ട് നേർച്ചയും ചില വിവാദങ്ങളും എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കരിമരുന്ന് പൊട്ടിക്കണം, വായുവിലുള്ള അണുക്കൾ നശിച്ചു പോകാൻ അത് കാരണമാകും. അതുപോലെ തന്നെ ചെണ്ടകൾ ഉപയോഗിക്കാം, മഹാന്മാരുടെ ഖബറിന്റെ അടുക്കലേക്ക് ആനകളെ എഴുന്നള്ളിപ്പിക്കാം. ഇന്നും ജീവിച്ചിരിക്കുന്ന സഖാഫി അല്ലേ അലവി സഖാഫി, അദ്ദേഹം പറഞ്ഞെന്താ, ആനക്കെന്താ കുഴപ്പമെന്നാ, ആന ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ? അമുസ്ലിങ്ങളുടെ ഷിയാറുകളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓല് ഡ്രസ് ഇടുന്നില്ലേ എന്നാ ചോദിക്കണത് അല്ലേ? ഇതൊക്കെ നിങ്ങളൊരു മതത്തിന്റെ ഭാഗമായിട്ടാ ചെയ്യുന്നത്. ഈ നാട്ടിലും ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകളില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ അടുക്കൽ ചെല്ലാൻ ഇസ്ലാം പഠിപ്പിച്ചത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാനും അതുപോലെ തന്നെ നിന്റെ കണ്ണുകളെ നനയിപ്പിക്കാനും യറുഖുൽ ഖൽബ് നിന്റെ ഹൃദയങ്ങളെ സോഫ്റ്റ് ആക്കുവാനും വേണ്ടിയാണ്.
നമ്മളെ നാട്ടിൽ നടക്കുന്ന ചന്ദനക്കുടം നേർച്ച, അതുപോലെ തന്നെയുള്ള ആണ്ട് നേർച്ചകൾ, അതുപോലെ തൃശ്ശൂർ ജില്ലയിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ കുറെ നേർച്ചകൾ. ഈ നേർച്ചകളിലൊക്കെ അവിടെ ചെന്നാൽ ഖബറിന്റെ അടുത്ത് നിന്ന് പരലോകത്തിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകുമോ? ഉണ്ടാകും. ഒരു രസികൻ നാൾ പറയണ്ടായി, ഏതുപോലെ എന്നറിയോ, അവിടെ യന്ത്ര ഊഞ്ഞാല് കൊടുത്തിട്ടുണ്ടാവും. ആ യന്ത്ര ഊഞ്ഞാലും കൂടി ഇങ്ങനെ കറങ്ങിയിട്ട് മേലെ കത്തിയിട്ട് താഴത്തേക്ക് നോക്കിയാൽ ചിലപ്പോൾ പരലോകത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാവും. അല്ലാതെ ഖബർ സിയാറത്തിന്റെ അവിടെ ചെന്നാണ്ടോ പരലോക ഓർമ്മ ഉണ്ടാകുന്നത്? ആണും പെണ്ണും കൂടിക്കലരുന്ന എത്രയെത്ര ഹറാമുകളാണ് ആ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? അവിടെ കിടക്കുന്ന മഹാനോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അവിടെ കിടക്കുന്ന മഹാനോട് വിളിച്ചു തേടുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനു വേണ്ടി ആത്മീയ മജ്ലിസുകൾ സംഘടിപ്പിക്കുക. ഇപ്പോ ഭീമാ ഉമ്മിച്ചയുടെ ജാറത്തിങ്ങൾ നടന്ന ഒരു ഉറൂസ് ഉണ്ടായിരുന്നു. ആ ഉറൂസിൽ മുസ്ലിയാക്കന്മാരുടെ ഇടയിലൂടെ പെണ്ണുങ്ങൾ നടന്നു പോകുന്ന കാഴ്ച ക്ലിപ്പുണ്ട്, ഞാനിപ്പോ കാണിക്കണില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും മോരും മുതലയും കറിവെച്ചതുപോലെയാണ്. അപ്പൊ അവിടെ ഫിത്തനല്ല. ഫിത്തന എപ്പോഴേ ഉള്ളൂ? തന്റെ ഭർത്താവിന്റെ കൂടെ, തന്റെ മകന്റെ കൂടെ അവർക്ക് വേണ്ടി മാത്രം സജ്ജീകരിച്ച സലഫി പള്ളികളിൽ ചെന്ന് ജുമാ ജമാഅത്തിൽ പങ്കെടുത്താൽ ഫിത്തന. അങ്ങനത്തെ ഫിത്തനല്ല. ആ സമയത്ത് പിശാച് കടന്നുറങ്ങിയിരിക്കും. എന്താണ് ഈ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിലേക്ക് ആളുകൾ എത്തിപ്പെട്ടു അല്ലേ? ആ അത്തരത്തിലുള്ള അനിസ്ലാമികമായ ആണ്ട് നേർച്ചകളിൽ പ്രസംഗിക്കുന്നതാരാ? ഇന്ന് 10,000ങ്ങളും 1000ങ്ങളും പങ്കെടുക്കുന്ന നൗഷാദ് ബാക്കവിമാരുടെ, ചില കാസിമിമാരുടെ പ്രഭാഷണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവർക്ക് കഴിയുന്നുണ്ടോ ഈ അനിസ്ലാമികത എതിർക്കാൻ? അവർക്ക് കഴിയുന്നുണ്ടോ ഈ തിന്മകൾ എതിർക്കാൻ? ഞങ്ങൾക്ക് ചോദിക്കാൻ ഒറ്റ ചോദ്യമേ ഉള്ളൂ, മാ ഖാലല്ലാഹ് മാ ഖാല റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനോ പ്രവാചകന്റെ ചര്യയോ ഇതിന് തെളിവായി നിങ്ങൾക്ക് വല്ലതുമുണ്ടോ? എത്രയോ സ്വഹാബികളുടെ മരണം നടന്നിട്ട് ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ഖബറിന്റെ അരികിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം ഖബറിന്റെ അരികിൽ ഒരു ആണ്ട് നേർച്ച, അവിടെ ഒരു ഭണ്ഡാരക്കുട്ടി സ്ഥാപിച്ചാൽ എത്ര കോടികൾ പിരിയും അവിടെ. ഇന്നും സൗദിയിൽ സ്വഹാബികളുടെ ഖബറില്ലേ? അങ്ങനെ സമ്പ്രദായം അവിടെ ഉണ്ടോ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇത് ഇസ്ലാമികമല്ല എന്ന് പറയാനാണത് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഖബർ സിയാറത്ത് 4 കാര്യത്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു. മരണത്തെക്കുറിച്ച് ഓർക്കാൻ, പരലോകത്തെക്കുറിച്ച് ഓർക്കാൻ, അതോടൊപ്പം തന്നെ നിന്റെ മനസ്സിനെ, കണ്ണിനെ നനയിപ്പിക്കാൻ, നാളെ ഞാനും ഇവിടെ ചെന്ന് കിടക്കേണ്ടവനാണല്ലോ എന്നുള്ള ചിന്തയുണ്ടാകാൻ. അല്ലേ? ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ സംസാരത്തെ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സമയം കുറഞ്ഞുപോയി എന്ന് എനിക്കറിയാം. വിശാലമായി സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പലതും കാണിക്കണമെന്നുണ്ടായിരുന്നു. സമയം ഇവിടെ തീർന്നു എന്നുള്ള ഇത് കിട്ടിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ത് ചെയ്യുക? പ്രമാണങ്ങളെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പഠിക്കുക. റബ്ബിനോട് ഇന്ന് രാത്രി തന്നെ പ്രാർത്ഥിക്കുക, റബ്ബേ ഹക്ക് കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ശിർക്കിലും ഖുറാഫാത്തിലും അകപ്പെട്ട ആളുകളായിരുന്നു. അൽഹംദുലില്ലാഹ്, ഹിദായത്തിന്റെ വഴി അല്ലാഹ് കാണിച്ചു കൊടുത്തു. അതെല്ലാവർക്കും അല്ലാഹ് കൊടുക്കുന്നതല്ല. 42 കൊല്ലം അള്ളാഹുവിന്റെ പ്രവാചകനെ നോക്കി വളർത്തിയ കാഫറായിരുന്ന, മുശ്രിക്കായിരുന്ന അബൂ ത്വാലിബിന് കിട്ടാത്ത ഹിദായത്താണ്. 950 കൊല്ലം നൂഹ് നബിയുടെ കൂടെ ജീവിച്ച തന്റെ ഭാര്യക്ക് കിട്ടാത്ത ഹിദായത്താണ്. തന്റെ മകൻ കൻആന് കിട്ടാത്ത ഹിദായത്താണ്. ഇബ്രാഹിം നബിയുടെ ഉപ്പച്ചിയായ ആസർ എന്ന് പറയുന്ന ആ മനുഷ്യന്, താരിഖ് എന്ന് പറയുന്ന ആ മനുഷ്യന് കിട്ടാത്ത ഹിദായത്താണ്. എറണാകുളം ജില്ലയിലെ ഏതോ ഒരു പിതാവിന് മുമ്പക്കും ജനിച്ച നമുക്ക് അല്ലാഹു നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തന്നിട്ടുള്ളത് ഇസ്ലാം എന്ന് പറയുന്ന വടവൃക്ഷത്തിൽ കൂടുകൂട്ടാൻ ഭാഗ്യം കിട്ടിയിട്ട് അതിന്റെ തൗഹീദിന്റെ മാധുര്യം നുണയാൻ ഭാഗ്യം കിട്ടാതെ, ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള ആശയങ്ങൾ മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാതെ ജീവിച്ച് മരിച്ചു പോകുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളെക്കാൾ ഹതഭാഗ്യവാന്മാർ വേറെ ആരുണ്ട്? ചിന്തിക്കുക, അല്ലാഹു തന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്കുക. ഞാൻ എൻ്റെ സംസാരത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞ ആ നരകത്തിന്റെ അഗ്നിജ്വാലകളെ കുറിച്ച് ചിന്തിക്കുക. റബ്ബിലേക്ക് സത്യം പഠിക്കാൻ വേണ്ടി മടങ്ങാൻ ദുആ വസിയത്തോടു കൂടി ഞാൻ എൻ്റെ സംസാരത്തെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള അനുഗ്രഹീതമായ സദസ്സുകളിൽ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം സഹോദരി സഹോദരങ്ങളുണ്ട്, ഉസ്താദന്മാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ആദർശ സഹോദരി സഹോദരങ്ങളുണ്ട്. അല്ലാഹു നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസിനികളുടെ ഖബറിടം സ്വർഗ്ഗതുല്യമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ.
അതുപോലെ തന്നെ കടഭാരത്തിൽപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിഹാര മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണം വരെ അവനെ മാത്രം ആരാധിച്ച് പ്രമാണബദ്ധമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന യഥാർത്ഥ പ്രമാണത്തിൻ്റെ മുത്തബിഅസുന്നയുടെ ആളുകളിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. ഒരു മുത്തമഇന്നയായ ആത്മാവായി, ഒരു ഖൽബുൻ സലീമിൻ്റെ ഉടമയായി റബ്ബിലേക്ക് മടങ്ങാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച യുവാക്കളുണ്ട്, വാർദ്ധക്യം വന്നവരുണ്ട്. ഞാൻ ഇന്നലെ യാത്ര ചെയ്തു പോരുമ്പോൾ ഇവിടെ ഈ പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകളിൽ താടി നരച്ചവരുണ്ട്, തലനരച്ചവരുണ്ട്. ഇവരൊക്കെ പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങിയവരാണ്. സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്, പ്രാർത്ഥന കൊണ്ട് കൂടെ നിന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ ഉള്ളവനെയും കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ എന്നുള്ള ദുആവസിയത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നാട്ടുകാർക്ക് ഞങ്ങളുടെ സംസാരത്തിൽ അപക്വമായ വല്ല പെരുമാറ്റങ്ങളും കടന്നു വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങളുടെ പ്രായത്തിൻ്റെ ഒരു ചാബല്യം മൂലമാണെന്ന് മനസ്സിലാക്കി അത് വിട്ടുവീഴ്ച ചെയ്തു തരണമേ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ തൗഹീദിനോടുള്ള സുന്നത്തിനോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ചില അമിതമായ പ്രയോഗങ്ങൾ വന്നുപോയത് എന്ന് മാത്രം ഉണർത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.